വിശ്വാസ വീരന്മാരായ ആൾക്കാരെ സഭയിൽ ആവശ്യമുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അബ്രഹാം ഒരു സാധാരണ കുടുംബജീവിതക്കാരനായിരുന്നോ അതോ ഒരു സന്യാസിയായിരുന്നോ? ആരായിരുന്നു? സാധാരണ ഒരു കുടുംബനാഥനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇസഹാക്ക് ഒരു കുടുംബനാഥനായിരുന്നോ സന്യാസിയായിരുന്നോ? ആരായിരുന്നു? നിങ്ങൾക്കറിയാമോ സന്യാസികൾ എത്ര ശക്തരമായിട്ടുള്ളവരുടെ? നമ്മുടെ കന്യാസ്ത്രീയമ്മയോട്, ബഹുമാനപ്പെട്ട സിസ്റ്ററോട് നിങ്ങൾ ചോദിച്ചാൽ അറിയാം, ഏതെങ്കിലും അച്ഛനെ കണ്ടാൽ നിങ്ങൾ ചോദിച്ചാൽ അറിയാം, അവരുടെ ജീവിതത്തിലെ ആ സമർപ്പണത്തിന്റെ പിന്നിൽ ഒരു വൈദികനാണോ അവരുടെ അപ്പനും അമ്മയുമാണോ എന്ന് നിങ്ങൾ ചോദിച്ചു നോക്കണം. അവർ പറയും, എന്റെ അപ്പച്ചനും അമ്മച്ചനുമാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. പറഞ്ഞേ ഹല്ലേലൂയ. അത് സഭയുടെ ഒരു രീതിയാണ്. നിങ്ങൾ കാണണം, സഭയുടെ ആരംഭം മുതലേ കർത്താവ് കുടുംബ ജീവിതക്കാരിലൂടെയാണ് പ്രവർത്തിച്ചു തുടങ്ങിയത്. എന്നിട്ടാണ് കർത്താവ് സന്യാസിമാരെ സൃഷ്ടിക്കുവാൻ ആരംഭിച്ചത്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ കുടുംബ ജീവിതം നയിക്കുവാൻ വിളി ലഭിച്ചവരിലൂടെ തന്റെ സന്യസ്തർക്ക് ജന്മം നൽകുവാനും വലിയ പ്രാർത്ഥനാ വീരന്മാരെ ലോകത്തിലേക്ക് അയക്കുവാനും ശുശ്രൂഷകരെ അയക്കുവാനും ആഗ്രഹിക്കുന്ന ദൈവം, നിങ്ങൾ അച്ഛനോ കന്യാസ്ത്രീയോടെ ആവുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജീസസ് യൂത്തിൽ നിന്ന് അനേകം വൈദികരും കന്യാസ്ത്രീകളും ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ഇനി അങ്ങനെ അല്ല നിങ്ങളുടെ വിളിയെങ്കിൽ നിങ്ങൾ അതിന്റെ അർത്ഥം വിശ്വാസ ജീവിതത്തിൽ നിന്ന് പുറകോട്ട് പോകാനുള്ളവരാണ് നിങ്ങളെന്നല്ല. പകരം നിങ്ങളിലൂടെ, നിങ്ങളുടെ തലമുറകളിലൂടെ ദൈവത്തിന് ഭാവിയിലും ഇക്കാലത്തും നമ്മുടെ സഭയിൽ അനേകം കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നതാണ് സത്യം. ദാവീദ് രാജാവ് ഒരു കുടുംബസ്ഥനായിരുന്നു. നമ്മൾ കാണുന്ന ഒരുപാട് പേര്, വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നവരെല്ലാവരും തന്നെ ഭൂരിപക്ഷം പേരും കുടുംബസ്ഥന്മാരാ. ഈ കുടുംബസ്ഥന്മാരിലൂടെയാണ് കർത്താവ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നത്. അവരെല്ലാം കുടുംബ ജീവിതം നയിക്കവേ തന്നെ ദൈവത്തെ ശ്രമിക്കുവാനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനും ദൈവത്തിന്റെ അത്ഭുതങ്ങൾക്കായി വിശ്വസിക്കുവാനും തയ്യാറായവരാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഹല്ലേലൂയ. ഇന്ന് എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കാനുള്ളത് ബൈബിളിൽ നിന്ന് മാത്രമല്ല, അതിനെ ഉൾക്കൊണ്ട് ജീവിച്ച അനേകം മനുഷ്യരിലൂടെ ഞങ്ങൾ നേരിട്ട് കണ്ട കാര്യങ്ങളോട് കൂടെ ചേർത്താണ് എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കുവാനുള്ളത്. പിശാച് ബാധിതന്റെ മകൻ പിശാച് ബാധിതൻ അപ്പനാണ് ഈശോയുടെ അടുക്കൽ വന്നത്. എന്നിട്ട് പറയുകയാണ്, കുറെ കാലമായി എന്റെ മോനെ പിശാച് പീഡിപ്പിക്കുന്നു. യേശുവേ, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ കർത്താവിനെ അവിടെ ഫീൽ ചെയ്യുക. ബൈബിൾ നമ്മൾ കാണുക. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ കർത്താവ് ഫീലടിച്ചു. കർത്താവ് ഏറെ വിഷമത്തോടെ നേരിടുന്ന ഒരു പ്രശ്നമാണ് വിശ്വാസമില്ലാത്ത തലമുറയെ കൊണ്ടുള്ള പൊറുതികേട്. അതുകൊണ്ട് കർത്താവ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തില് 18-ാം അധ്യായത്തില് കർത്താവ് ഇങ്ങനെ ഒരു വാക്യം പറയുകയാണ്. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവനോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട്, എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. കുറെ നാളത്തേക്ക് അവനത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല. എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. അല്ലെങ്കിൽ അവൾ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. കർത്താവ് പറഞ്ഞു, നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കുവിൻ. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അതിന് അവിടുന്ന് കാലവിളംബം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തിക്കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പിതാവ് എത്രയോ കാരുണ്യമുള്ളവനാണ്. അവരോട് നിങ്ങൾ ഒരു കാര്യം ചോദിച്ചുകൊണ്ടേ ഇരുന്നാൽ അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഒരു വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണം. വൻ കാര്യങ്ങൾ ചോദിക്കുവാനും ദൈവത്തിൽ നിന്ന് വാങ്ങിക്കുവാനുമുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് വേണം. ഈ പ്രായത്തില് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം നല്ലൊരു ഭാവിയാ. കർത്താവ് പറഞ്ഞു, എനിക്ക് നിന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ളതാണ്. നിനക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഈ പദ്ധതി നിന്റെ ജീവിതത്തിലേക്ക് നടത്തിയെടുക്കുവാൻ നീ നിരന്തരം കർത്താവിനോട് പ്രാർത്ഥിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ആ ഭാവി എന്താണ്? ശുഭമായ ഭാവിയാ. ആ ഭാവി ശുഭമായ ഭാവിയാണ്. അതുകൊണ്ട് ഈ പ്രായത്തിൽ തന്നെ
വ്യക്തിയുമായി നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭമായ കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ഭാവി ഉണ്ടാകും. പിന്നെ അപ്പാപ്പൻ, ഗ്രാൻഡ് ഫാദർ, അദ്ദേഹം ഒരു വലിയ പ്രാർത്ഥനാ വീരനായിരുന്നു. നിരന്തരം ജപമാല ചൊല്ലുന്ന മനുഷ്യൻ. ദേവാലയത്തിലെ അദ്ദേഹം ദേവാലയത്തിന്റെ താക്കോൽ കയ്യിലുണ്ടായിരുന്ന മനുഷ്യനാണ്. ശുശ്രൂഷകനായിരുന്നു. പള്ളിയില് രാവിലെ പോയി ദേവാലയം തുറക്കുന്നത് വാർദ്ധക്യകാലത്തും അദ്ദേഹമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് പള്ളിയിൽ പോയി രാവിലെ 4 മണിക്ക് പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങും. 6:30 കുർബാന. 4 മണി തൊട്ട് 6 മണി വരെ കർത്താവിന്റെ അൾത്താരയുടെ മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുവാനൊരു ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചതിന് ശേഷം അദ്ദേഹം കുർബാനയ്ക്കുള്ള കാര്യങ്ങൾ ഒരുക്കും, സജ്ജീകരിക്കും. അങ്ങനെ ഈ അപ്പാപ്പൻ വലിയൊരു പ്രാർത്ഥനാ വീരനായിട്ട് ഈ ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കലും എന്നെ അമ്മമ്മ, ഗ്രാൻഡ് മദർ ഈ അപ്പാപ്പനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ വയസ്സാകാലത്ത് ഇത്ര രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പോകുന്നത്? നിങ്ങൾക്ക് ഇത്തിരി താമസിച്ച് പോയാൽ പോരെ? അവിടെ 6 മണിക്കെങ്കിലും എത്തിയാൽ പോരെ? എന്തിനാ ഇങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം താൻ എപ്പോഴും ഈ പള്ളിയിൽ പോകുന്നതിന്റെ കാര്യം പറഞ്ഞു. എന്താണെന്ന് അറിയാമോ? എന്റെ ചേട്ടൻ, അദ്ദേഹം അന്ന് ജനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിയാം, കുഞ്ഞാണ്, ഒരു ബാലകനാണ്. അപ്പോ കുഞ്ഞുനാളില് ചേട്ടന്റെ ഒരു വിനോദം ഡോക്ടറായിട്ട് കളിക്കുക എന്നുള്ളതാണ്. സ്റ്റെതസ്കോപ്പ് ഒക്കെ ഉണ്ടാക്കി ഡോക്ടറായിട്ട് കളിക്കും. അപ്പോ എന്നിട്ട് എണിച്ച് ഡോക്ടർ ആകണമെന്ന് അദ്ദേഹം പറയുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ ഡോക്ടർ ആകണമെന്നുള്ള ആഗ്രഹം കുഞ്ഞിലേ പറയും. ഞങ്ങളൊരു കുഞ്ഞു ഗ്രാമത്തിൽ നിന്നുള്ളവരാണ്. ഡോക്ടറാകുക എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്ക് പറ്റിയ പണിയല്ല എന്നൊരു കാര്യം അന്നത്തെ ആൾക്കാർ വിശ്വസിച്ചിരിക്കുമേ. ഒരു കൊച്ചു ചെറുക്കൻ വീട്ടിലിരുന്ന് പറയുന്നു, എനിക്ക് ഡോക്ടറാകണം. ഇങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഞങ്ങളുടെ അപ്പാപ്പൻ ഒരു വിശ്വാസ വീരനായിരുന്നത് കൊണ്ട് അദ്ദേഹം ഇത് കാണുകയും എന്റെ ദൈവത്തിന് ഇത് ചെയ്തു കൊടുക്കാൻ സാധിക്കും. ലോക മനുഷ്യർ പറയും, മോനെ ഇങ്ങനൊന്നും നീ ആഗ്രഹിക്കണ്ട, ഇത് ഗ്രാമങ്ങളിലുള്ള നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമൊന്നുമല്ല, അതുകൊണ്ട് നീ ഇങ്ങനൊന്നും ആഗ്രഹിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാകും. താങ്കളുടെ ചെറുമകൻ അങ്ങനെ ആഗ്രഹിക്കുന്നത് ശരിയല്ലായിരിക്കും എന്ന് അപ്പാപ്പനോടും ആളുകൾ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അത് മനുഷ്യർ പറയുന്ന കാര്യമാണ്. പൊന്നുമക്കളെ, നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. കർത്താവ് പറയുകയാണ്, നിങ്ങൾക്കും സാധിക്കാൻ പറ്റാത്തില്ല എന്ന് ലോകം പറയുന്ന അസാധാരണ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ വൻകാര്യങ്ങൾ സ്വപ്നം കണ്ട ആ ഒരു വലിയപ്പച്ചൻ, ആ ഒരു അപ്പാപ്പൻ, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന വർഷങ്ങളോളം ഈ ഒരു ചെറുമോന് വേണ്ടി കിട്ടി. ഇന്ന് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് അറിയാം. നിങ്ങൾ ഇന്നലെ എന്റെ ചേട്ടനെ കണ്ടു, അദ്ദേഹം ഇന്നൊരു ഡോക്ടറാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് നിരവധി പ്രശ്നങ്ങൾ നേരിട്ടൊരു വ്യക്തിയാണ്. പക്ഷേ കൃത്യമായി പ്രീ ഡിഗ്രി എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മേൽ ദൈവത്തിന്റെ ഒരു ശക്തി വന്ന് നിറയുകയും അദ്ദേഹം വളരെ ശക്തമായ രീതിയിൽ പഠിച്ച് മെറിറ്റിൽ, കോട്ടായിലൊന്നുമല്ല, മെറിറ്റിൽ നല്ല റാങ്കോടുകൂടി, അന്ന് 500 സീറ്റേ ഉള്ളൂ MBBS-ന്. ഇന്നത്തേതുപോലെ അത്ര എളുപ്പമല്ല MBBS കിട്ടുവാൻ. വെറും 500 സീറ്റ് മാത്രമുള്ള ഒരു കാലഘട്ടത്തിൽ ദൈവം അദ്ദേഹത്തിന് അത് നൽകി. കാരണം ഞങ്ങൾ ഇന്നും വിശ്വസിക്കുന്നു, ഈ അപ്പാപ്പൻ രാവിലെ എഴുന്നേറ്റ് 4 മണിക്ക് പോയി ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് ആ ഒരു അനുഗ്രഹം. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഇന്നലെ പ്രസംഗിക്കുന്നവനായി ഇവിടെ കണ്ട എന്റെ ജ്യേഷ്ഠൻ, ഇന്നലെ നിങ്ങളോട് വാദവരാതെ നന്നായി സംസാരിച്ചതായി കണ്ട ടെലിവിഷനുകളിൽ സംസാരിക്കുന്ന അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ഒരുപക്ഷെ ജനിച്ചപ്പോൾ ഒരു വിക്കനായിരുന്നു, ജന്മനാ വിക്കനായിരുന്നു. വിക്കു കാരണം സ്കൂളിൽ പോകുവാൻ മടിയനായിരുന്നു, സ്കൂളിൽ പോകാൻ പേടിയായിരുന്നു. ഒരു വാക്ക് നന്നായി വായിക്കുവാൻ പറ്റത്തില്ല. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സങ്കടം കാരണം ടീച്ചേഴ്സ് ഇരുത്തും. അങ്ങനെ വിക്കു കാരണം ഇനി സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് ഈ അപ്പാപ്പൻ ഒരു മാതൃകയായിരുന്നത് കാരണം അദ്ദേഹത്തിന്റെ ഉള്ളില് വിശ്വാസം വന്ന് നിറയുവാൻ തുടങ്ങി. പ്രാർത്ഥിച്ചാൽ ഇത് മാറും. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന്, ഈ അപ്പാപ്പനിൽ നിന്ന്, എന്റെ അമ്മയുടെ അച്ഛനാണ് അദ്ദേഹം, ഈ അപ്പാപ്പൻ എന്ന് പറയുന്നത്, അദ്ദേഹത്തിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ചിരുന്ന അമ്മയും ഇദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് തുടങ്ങി. ഇദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, മോനെ, കർത്താവിന് നിന്റെ വിക്ക് മാറ്റുവാൻ പറ്റും. ഡോക്ടർമാരെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു, ഈ വിക്ക് മാറത്തില്ല. എന്നാൽ ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുമായിരുന്നത് കാരണം എന്റെ അമ്മ പറഞ്ഞു, നീ ഒരു കാരണവശാലും കർത്താവിനെ കൈവിടരുത്, അവൾ നിന്ന് നിന്നെ സുഖപ്പെടുത്തും. അങ്ങനെ രാവിലെ കുർബാനയ്ക്ക് എല്ലാ ദിവസവും മുടങ്ങാതെ കേട്ടും പോകും. എന്നിട്ട് കുർബാനയ്ക്ക് പോയിട്ട് പ്രാർത്ഥിക്കും. കുർബാന സ്വീകരിക്കാനുള്ള പ്രായമായില്ല. പ്രാർത്ഥിക്കും, കർത്താവെ എന്റെ വിക്ക് മാറ്റിത്തരണമേ. എല്ലാ ദിവസവും
പോകും. വീട്ടിൽ വന്നു കഴിയുമ്പോൾ മാതാവിന്റെ ഒരു പ്രാർത്ഥന എടുത്ത് മാതാവിനോട് മധ്യസ്ഥം വഹിക്കും. എല്ലാ ദിവസവും ഒരു 4 മാസമൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടന് ഒരു ചെറിയ വിശ്വാസ ശങ്കയുണ്ടായി. അദ്ദേഹം അമ്മയോട് ചെന്ന് പറഞ്ഞു, മമ്മി, ഞാനിനി ഇത് പ്രാർത്ഥിക്കുന്നില്ല. കാരണം എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല, എന്നെ വിട്ടുമാറുമെന്ന് തോന്നുന്നില്ല. എന്നാൽ മമ്മി, ഈ അനേകം മോണിക്ക പുണ്യവതിയെ പോലുള്ള അനേകം വിശുദ്ധരുടെ കഥകൾ ഞങ്ങളുടെ അപ്പാപ്പനിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത് കൊണ്ട് മമ്മി ചേട്ടനോട് പറഞ്ഞു, ഇങ്ങനെ മോണിക്ക പുണ്യവതിയൊക്കെ വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മാറിയിട്ടുണ്ട്. എന്തായാലും എത്ര വർഷം എടുത്താലും മാറിയാൽ മാറിയതല്ലേ, അതുകൊണ്ട് നീ പ്രാർത്ഥന മുടക്കരുത് എന്ന് പറഞ്ഞു. പിന്നെയും ഒരു 2 മാസം കൂടെ ചേട്ടൻ പ്രാർത്ഥിച്ചു കാണുമെന്നാണ് ഞാൻ പറഞ്ഞു കേൾക്കുന്നത്. ഞാനന്ന് ജനിച്ചിട്ടില്ല. ജനിച്ചാൽ പോലും അത് മനസ്സിലാക്കാനുള്ള പ്രായം ഉണ്ടാകത്തുമില്ലായിരുന്നു. എന്തായാലും അങ്ങനെ ചേട്ടൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്ന ഒരു ദിവസം രാത്രി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടു. അദ്ദേഹം സ്വപ്നത്തിൽ മാതാവിനെ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകാശത്ത് നിന്ന് മാതാവ് ഉണ്ണീശോയും കൂടെ ഭൂമിയിലേക്ക് വരുന്ന ഒരു സ്വപ്നം അദ്ദേഹം കാണുകയാണ്. അങ്ങനെ തന്റെ അടുക്കിലേക്ക് വരുന്നത് വരെ അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിന്റെ ഓർമ്മയിലുണ്ട്. രാവിലെ എഴുന്നേറ്റ് അദ്ദേഹം ഇങ്ങനെ വിളിച്ചു, മമ്മി എന്ന് വിളിച്ചതും അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹത്തിന് വിക്കില്ല. അദ്ദേഹം വീണ്ടും വിളിച്ചു മമ്മി എന്ന് വിളിച്ചിട്ട് അദ്ദേഹം മമ്മി എന്ന് വിളിച്ചുകൊണ്ട് എന്റെ വിക്ക് മാറി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ചുറ്റും ഓടുവാൻ തുടങ്ങി. വലതുകരം ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വിക്കനായി ജനിച്ച ഒരു ബാലനെയാണ് കർത്താവ് പിന്നീട് ഡോക്ടറാക്കുകയും വിക്ക് മാറ്റുകയും തന്റെ വചനം പ്രസംഗിക്കുന്ന ഒരു സുവിശേഷകനാക്കി ലോകമെങ്ങും, ലോക രാജ്യങ്ങളിൽ, അമേരിക്കയിലും ഇംഗ്ലണ്ടിലും കാനഡ തുടങ്ങിയ എല്ലാ രാജ്യങ്ങളിലും കൊണ്ടുപോയി കർത്താവിന്റെ വചനം പ്രസംഗിപ്പിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് അസാധ്യങ്ങൾ ചെയ്യുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുവാൻ ഞങ്ങളുടെ കുടുംബത്തില് കുഞ്ഞുങ്ങൾക്ക് ഇതിൽ പരമിനി എന്ത് തെളിവ് വേണം? പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള വിശ്വാസ വീരന്മാര് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ തലമുറകൾക്ക് വിശ്വാസം ലഭിക്കുക. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തെ വിളിച്ചിറക്കി കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ കർത്താവ് സന്തോഷിക്കും വിധം വിശ്വാസമുണ്ട് എനിക്ക് എന്ന് കർത്താവിനോട് പറയുവാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുടുംബം ഒരു സാധാരണ കുടുംബമായിരിക്കുകയില്ല. നിങ്ങളുടെ കുടുംബം ദൈവത്തിന്റെ അത്ഭുത ശക്തി കൊണ്ട് നിറഞ്ഞൊരു കുടുംബമായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എങ്ങനെയാ വിശ്വാസം വർദ്ധിക്കുക? ഞാൻ പറയും, ഈ പ്രായത്തിലാണ് വിശ്വാസത്തിൽ വളരുവാനായിട്ട് ഏറെ പരിശീലനം ലഭിക്കാൻ എളുപ്പമുള്ള പ്രായം. കാരണം ഞാൻ ഓർമ്മിക്കുന്നു, ഞാൻ നിങ്ങളുടെ ഈ പ്രായത്തിലാണ് ഒരു ജീസസ് യൂത്ത് ആകുന്നത്. ഞാനെന്ന പ്രായമായ ആളുകളുടെ കരിസ്മാറ്റിക് ഗ്രൂപ്പുകളിലും പോകും, ജീസസ് യൂത്ത് ഗ്രൂപ്പിലും പോകും. അങ്ങനെ ഞാൻ പോകുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർക്കുകയാണ്, എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മാത്രം ആവശ്യങ്ങളൊന്നുമില്ല. കാരണം ഞാനെന്നൊരു നിങ്ങളുടെ പ്രായത്തിലുള്ള ആളാണ്, ആവശ്യങ്ങൾ അധികം ഇല്ലാത്തൊരു മനുഷ്യനാണ്. അപ്പൊ ഞാൻ വിചാരിക്കും, ദൈവമേ എനിക്ക് ആവശ്യങ്ങളൊന്നുമില്ലല്ലോ. എന്നാൽ കുറെ കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് ആവശ്യങ്ങളുടെ ഒരു ബാഹുല്യം തന്നെയുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. എന്നാൽ ഈ പ്രായത്തിൽ ഈ ആവശ്യങ്ങളുടെ ബാഹുല്യത്തെ പ്രാർത്ഥനയോടും വിശ്വാസം കൊണ്ടും ഞാൻ നേരിട്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? എന്നെ ചെറുപ്പനാളിൽ ഞാനൊരു ജീസസ് യൂത്ത് ആയിരുന്നപ്പോൾ, ഞാനൊരു കരിസ്മാറ്റിക് ആധ്യാത്മികത പരിശീലിക്കുന്ന ഒരു വ്യക്തിയായിരുന്ന സമയത്ത് എന്റെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലൂടെ ഞാൻ പ്രാർത്ഥിച്ച് പരിശീലിച്ച കൊച്ചു ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒരുമിച്ച് നേടിയെടുത്ത കൊച്ചു അത്ഭുതങ്ങളാണ് എനിക്ക് കരുത്ത് പകരുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ദാവീദ് ഒരു വലിയ മനുഷ്യനായിരുന്നു. ദാവീദ് കൊന്നുകളഞ്ഞ ഒരു ഭീകരനായ മനുഷ്യനുണ്ട്. ആ പേരറിയാമോ? ഗോലിയാത്ത്. വെരി ഗുഡ്. ഗോലിയാത്ത് എന്ന് പറയുന്ന ഈ മനുഷ്യനൊരു ഭീകരനായിരുന്നു. ദാവീദ് അദ്ദേഹത്തെ വെറും കല്ലും കവണയും കൊണ്ടാണ് നേരിട്ട് കൊന്നത്. എന്നാൽ നിങ്ങൾ ഈ ദാവീദിനെ ദൈവം എങ്ങനെയാണ് പരിശീലിപ്പിച്ചത് എന്ന് നിങ്ങൾ കാണണം. അപ്പോഴേ നിങ്ങൾക്കത് അറിയാൻ പറ്റുകയുള്ളൂ. ദാവീദ് അപ്പോഴും ബാലന, എന്നാൽ അതിനേക്കാളും ബാലനായിരുന്നപ്പോൾ അവൻ ആടുകളെയും കൊണ്ട് മേയിക്കാൻ പോകുന്ന ഒരു പരിപാടിയായിരുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, ഈ ദാവീദ് രാജാവിന്റെ കാലത്ത്, ഈ ദാവീദ് ബാലനായിരുന്ന സമയത്ത് സാമൂൾ എന്ന് പറയുന്ന ആളാണ് രാജാവ്. ഈ സാമൂള ദൈവത്തിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചത് കൊണ്ടാണ് ദാവീദിനെ രാജാവാക്കുവാൻ ദൈവം തീരുമാനിച്ചത്. ഇങ്ങനെ ദാവീദ് ബാലനാണ്, പക്ഷേ ദൈവം തീരുമാനിച്ചുവെങ്കിലും ഉടനെ തന്നെ ദാവീദ് രാജാവാകുന്നില്ല. അവൻ ഈ സാമൂളിന്റെ സേവകനായിട്ടാണ് നിയമിക്കപ്പെടുന്നത്. അങ്ങനെ ഇരിക്കവേ ഈ സംഭവം നിങ്ങൾ ഓർക്കണം. ഗോലിയാത്ത് വരികയാണ്. അന്ന് ഗോലിയാത്ത് വെല്ലുവിളിക്കുക. ഈ ഗോലിയാത്തിനെ കൊന്നാൽ ഫിലിസ്തീർ കീഴടങ്ങും. പക്ഷേ ഈ ഗോലിയാത്തിനെ കൊല്ലുവാനായിട്ട് ഭയമാണ് എല്ലാവർക്കും. കാര്യം ആചാര്യബാബു കരാട്ടെ ബ്ലാക്ക് ബെൽറ്റോ റെഡ് ബെൽറ്റോ എന്നൊക്കെ തോന്നുന്ന ഒരു വലിയ മനുഷ്യൻ, അദ്ദേഹത്തോട് നേരിട്ട് യുദ്ധം ചെയ്യാൻ ആർക്കും പറ്റില്ല. അങ്ങനെയുള്ള ഈ ഭീമാകാരന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ, ആ സുവോബുസിക്കാരന്റെ മുമ്പിൽ ഒന്നും ചെയ്യാനാവാതെ ആളുകളെല്ലാം ഇങ്ങനെ പേടിച്ചു നിൽക്കുമ്പോൾ ദാവീദ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ അവന്റെ രാജാവിന്റെ അടുക്കൽ ചെന്ന് പറയുക, ചേട്ടാ രാജാവിനെ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുക. അപ്പോ രാജാവ് ഇങ്ങനെയാണ് പറയുന്നത്, സാമൂൾ ദാവീദിനോട് പറഞ്ഞു,
ഈ ഫിലിസ്തീനെ നേരിടാൻ നീ ശക്തനല്ല, അത് ലോകത്തിന്റെ വാക്കാണ്. നീ ചെറുപ്പമല്ലേ, അവനാകട്ടെ ചെറുപ്പം മുതൽ യോദ്ധാവാണ്. ദാവീദ് വീണ്ടും പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കണം, പിതാവിന്റെ ആടുകളെ മേയ്ക്കുന്നവനാണ് അങ്ങയുടെ ഈ ദാസൻ. സിംഹമോ കരടിയോ വന്ന് ആട്ടിൻ പച്ചത്തിൽ നിന്ന് ഒരാട്ടിൻകുട്ടിയെ തട്ടിയെടുത്താൽ ഞാൻ അതിനെ പിന്തുടർന്ന് ആട്ടിൻകുട്ടിയെ രക്ഷിക്കും. അതെന്നെ എതിർത്താൽ, ആരുടെ കാര്യമെന്നറിയോ? സിംഹത്തിന്റെയും കരടിയുടെയും കാര്യം പറഞ്ഞ ബാലന സംസാരിക്കുന്നത്. നിങ്ങൾ പറയാണ്, സിംഹമോ കരടിയോ വന്ന് ആട്ടിൻപട്ടത്തിൽ ഒരു ആട്ടിൻകുട്ടിയെ തട്ടിയെടുത്താൽ ഞാൻ അതിനെ പിന്തുടർന്ന് ആട്ടിൻകുട്ടിയെ രക്ഷിക്കും. അങ്ങയുടെ ദാസൻ സിംഹങ്ങളെയും കരടികളെയും കൊന്നിട്ടുണ്ട്. ജീവിക്കുന്ന ദൈവത്തിന്റെ സൈന്യത്തെ അപമാനിക്കുന്ന അപരിച്ഛേദിതനായ ഈ ഫിലിസ്തീനും അവയിൽ ഒന്നിനെ പോലെയാകും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഈ വലിയ ഒരു ഗോലിയാത്ത് എന്ന് പറയുന്ന മനുഷ്യന്റെ മുമ്പിൽ ദാവീദ് ഇത്രമാത്രം ധൈര്യവാനായത്? അവനൊരു ബാലനായിരുന്നപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് അവൻ സിംഹത്തെയും കരടിയെയും നേരിട്ട അത്ഭുതകരമായ അനുഭവം അവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നീ നിന്റെ ഈ ചെറുപ്പത്തിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന രീതിയിൽ പരിശീലനം നേടുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിലെ വലിയ വലിയ സംഭവങ്ങൾ കടന്നു വരുമ്പോൾ നീ തകർന്നു പോവുകയില്ല. പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്. ഇന്ന് നിന്റെ അപ്പച്ചനും അമ്മച്ചിയും നിന്റെ ആന്റിയും അങ്കിളും നിന്റെ അപ്പാപ്പനും അമ്മാമയും ഒക്കെ ജീവിത പ്രശ്നങ്ങളുടെ മുമ്പിൽ പതറുന്നതും നിലവിളിക്കുന്നതും തകരുന്നതും കാണുമ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ കർത്താവിന്റെ വിശ്വാസവീരനും വീരട്ടിയുമായി തീരുവാൻ ഇന്ന് തീരുമാനമെടുക്കുകയാണെങ്കിൽ, ഇന്ന് നീ പരിശീലനം നേടുവാൻ തയ്യാറാവുകയാണെങ്കിൽ, ഇതുപോലുള്ള മിനിസ്ട്രികളിലൂടെ നിങ്ങൾ പരിശീലനം നേടുകയാണെങ്കിൽ, നാളെ ഒരു കാലഘട്ടം വരും, നിന്റെ ജീവിതത്തിൽ നിനക്ക് പരിഹരിക്കാൻ പറ്റാത്ത നിരവധി പ്രശ്നങ്ങളുള്ള ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൽ ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്ന് നീ തെളിയിക്കും. നിങ്ങൾക്കറിയാമോ, പൗലോസിന്റെയൊക്കെ ഒരു മനോഭാവം ഞാൻ നിങ്ങളോട് വായിച്ചു കേൾപ്പിക്കാം. അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു, എങ്കിലും തകർക്കപ്പെടുന്നില്ല. വിഷമിപ്പിക്കപ്പെടുന്നു, എങ്കിലും ഭഗ്നാശരാകുന്നില്ല. നേരത്തെ നിങ്ങൾ യോക്കാട് സുവിശേഷത്തിൽ കേട്ടു, ഭഗ്നാശരാകാതിരിക്കുവാൻ വേണ്ടിയാ കർത്താവ് ഉപമ പറഞ്ഞത്. ഇവിടെ വീണ്ടും നമ്മൾ കാണുകയാണ്, എങ്കിലും ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. പീഡിപ്പിക്കപ്പെടുന്നു, എങ്കിലും പരിത്യക്തരാകുന്നില്ല. അടിച്ചു വീഴ്ത്തപ്പെടുന്നു, എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംഭവിക്കുന്നു. ഇപ്പുറത്തുമായി പറയുകയാണ്, വീണ്ടും പറയുകയാണ്, ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ബാഹ്യ മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരമാണ്. ഈ ശരീരം ക്ഷയിച്ചുകൊണ്ടിരിക്കും. ഇപ്പോ കഴിഞ്ഞ ഓരോ വർഷം കഴിയുന്നതനുസരിച്ച് നിങ്ങളുടെ ശരീരം ക്ഷയിച്ചു വരും. എന്റെ ശരീരം ക്ഷയിച്ചു വരും. തൊലികൾ ചുക്കിച്ചുടങ്ങും. പക്ഷേ പൗലോസ് പറയാണ്, ആ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചോട്ടെ, പക്ഷേ ഞങ്ങൾ ഭഗ്നാശരാകത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ഞങ്ങളുടെ ആന്തരിക മനുഷ്യൻ, ഞങ്ങൾ ആത്മീയരായതുകൊണ്ട് ഞങ്ങളുടെ ബാഹ്യ മനുഷ്യൻ ചുക്കിച്ചുടങ്ങിപ്പോയാലും നരച്ചു പോയാലും ഇല്ല ആർക്കും ആകർഷണം തോന്നാത്ത രീതിയിൽ ഞങ്ങളുടെ ശരീരം ഇല്ലാതെയായാലും ഞങ്ങൾ ഭഗ്നാശരാകത്തില്ല. കാരണം ഞങ്ങളുടെ ഒരു ആന്തരിക മനുഷ്യനുണ്ട്. ആ ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുകയാണ്, ശക്തി പ്രാപിക്കുകയാണ്. പറഞ്ഞ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ആന്തരിക മനുഷ്യൻ എന്നും യൗവനമാണ്. ഈ ആന്തരിക മനുഷ്യനാണ് ഭഗ്നാശനാകാത്ത ആന്തരിക മനുഷ്യൻ. പ്രതിസന്ധികൾ വരും, പീഡിപ്പിക്കപ്പെടും, വിഷമതകൾ വരും, ക്ലേശങ്ങൾ വരും. പക്ഷെ ഈ മനുഷ്യൻ ഭഗ്നാശനാവുകയില്ല. കാരണം ദൈവത്തിന്റെ വചനത്തിൽ അവന് വിശ്വാസമുണ്ട്, ദൈവത്തിൽ അവന് വിശ്വാസമുണ്ട്. കാരണം കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്, യോഹന്നാന്റെ സുവിശേഷം 14:1, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കാൻ, എന്നിൽ വിശ്വസിക്കാൻ. എന്ത് പ്രശ്നവുമാകട്ടെ മക്കളെ, കർത്താവിന്റെ ഈ വചനം തന്നെയാണ് നമ്മളുടെ ആശ്രയം. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ എന്റെ കുറച്ച് അനുഭവങ്ങൾ പറയാം. ഈ നാട്ടിൽ വെച്ച് കർത്താവ് എന്നെ ആത്മീയതയിൽ പരിശീലിപ്പിക്കുകയാണ്. ഈ കുഞ്ഞു ഗ്രാമത്തിൽ വെച്ച്, എന്റെ സ്വന്തം ഗ്രാമത്തിൽ വെച്ച്, ഈ കുഞ്ഞു രൂപതയിൽ വെച്ച് ഇവിടെ നടന്ന അനേകം ആത്മീയ പ്രോഗ്രാമുകളിൽ പങ്കെടുത്ത് വലിയ ലീഡർഷിപ്പ് ഒന്നും എടുത്തില്ലെങ്കിലും എല്ലാ പ്രോഗ്രാമുകളിലും കൃത്യമായി അറ്റൻഡ് ചെയ്ത് എല്ലാ പ്രാർത്ഥനകളിലും കൃത്യമായി പങ്കെടുത്ത് ഞാൻ കർത്താവിന്റെ ആത്മാവിന്റെ ആ ചൈതന്യത്തിൽ എങ്ങനെ വളരാമെന്ന് പഠിക്കുകയാണ്. വീഴുന്നുണ്ടായിരുന്നു, പക്ഷെ എഴുന്നേക്കുന്നുണ്ടായിരുന്നു. വീണാലും ഞാൻ എഴുന്നേക്കുമായിരുന്നു. എപ്പോഴെങ്കിലും തളർന്നാലും ഒരു ചെറുപ്പത്തിന്റെ ഒരു ക്ഷയം എനിക്ക്
സംഭവിച്ചാലും ഞാൻ ഉടൻ തന്നെ അടുത്തൊരു പ്രോഗ്രാമിലേക്ക് ഓടും. അവിടെ ചെന്ന് ഞാൻ വീണ്ടും നവീകരിക്കപ്പെടുമായിരുന്നു. അങ്ങനെ കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം എനിക്ക് ഒരാഗ്രഹം തന്നു. വിദേശത്ത് പോയി പഠിക്കണം, ഇംഗ്ലണ്ടിൽ പോയി പഠിക്കണം എന്നൊരാഗ്രഹം എന്റെ മനസ്സിൽ വന്നു. അങ്ങനെ ഇംഗ്ലണ്ടിൽ പോയി പഠിക്കുവാനുള്ള ആഗ്രഹം വന്നപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ അറിഞ്ഞത് ഇങ്ങനെയാണ്: ഇതൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുട്ടികൾക്കും ഇതൊക്കെ ഇംഗ്ലണ്ടിൽ പോകണമെങ്കിൽ വലിയ വലിയ വീടുകളിൽ ജനിച്ചവർക്കുമൊക്കെ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. എന്നെ പോലെ സാധാരണ ഇവിടെയുള്ളത് ഗ്രാമത്തിൽ ജനിച്ച മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരന് അത്തരം സ്വപ്നങ്ങളില്ല. കാരണം എംബസിയിലെ ഇന്റർവ്യൂവിന് പോയാൽ തോറ്റുപോകും. കാരണം എന്റെ ഇംഗ്ലീഷ് നല്ലതല്ലായിരിക്കും. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിലും സാരമില്ല, കാരണം എനിക്ക് എന്റെ ദൈവമുണ്ട്. പറഞ്ഞു, വിഷമതകൾ നമുക്ക് നേരിട്ടേക്കാം, ആളുകൾ നമ്മളോട് പലതും പറഞ്ഞേക്കാം, എന്നാലും കർത്താവിന്റെ വചനം പറയുകയാണ്, നിങ്ങൾ ഭാഗ്യനാശരാകരുത്, നിങ്ങളുടെ ആശ നശിക്കരുത്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് അത്ഭുതകരമായി എനിക്ക് ഇന്റർവ്യൂവിൽ പാസ്സാക്കുവാനുള്ള കൃപ തന്നു. ഞാൻ ഇംഗ്ലണ്ടിലേക്ക് പഠിക്കുവാനായി പോയി. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ ചെന്നപ്പോൾ ഞാനൊരു ജീസസ് യൂത്താണ്. നിങ്ങൾക്കറിയാം, പള്ളിയിൽ പോകാൻ ഇഷ്ടമുള്ളയാളാണ്, കുർബാനയ്ക്ക് പോകുവാൻ ആഗ്രഹമുള്ളയാളാണ്. ഞാൻ കുർബാനയ്ക്ക് പോകുവാനായിട്ട് എല്ലാ ദിവസവും പള്ളി തിരക്കി ഇറങ്ങും. പള്ളി തിരക്കി ഇറങ്ങിയിട്ട് ഞാൻ താമസിക്കുന്ന സ്ഥലത്തൊന്നും ഒരു പള്ളി പോലും കാണുന്നില്ല. ഒരു പള്ളി പോലും ഒരു ബിൽഡിംഗ് കണ്ടു. നോക്കിയപ്പോൾ ചർച്ചാണെന്നൊക്കെ മനസ്സിലായി. അവിടെ ഒന്നും ഇങ്ങനെ എഴുതി വെക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, ഒരു കാര്യം ചെയ്യാം, ഞായറാഴ്ച രാവിലെ വന്ന് ഇവിടെ കുത്തിയിരിക്കാം. അങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഞായറാഴ്ച രാവിലെ തൊട്ട് ഞാൻ ആ പള്ളിയുടെ പരിസരത്ത് ഇങ്ങനെ കറങ്ങുക. നോക്കിയപ്പോൾ പള്ളി തുറന്ന് ആൾക്കാരൊക്കെ കയറി പോകുന്നു. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അത് നമ്മുടെ സഭയൊന്നും അല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അത് കാരണം ഞാൻ അവിടെ ചെന്ന് പുറകിലിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കോട്ട് സൂട്ടൊക്കെ ഇട്ട് ചേട്ടൻ വന്ന് അവരുടെ കുറെ പരിപാടികളൊക്കെ കാണിക്കുന്നു. അച്ഛനല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇംഗ്ലണ്ടിലാണെങ്കിലും അച്ഛൻ കോട്ട് സൂട്ടൊന്നും ഇടാൻ സാധ്യതയില്ല. അച്ഛനെ ലോകം തന്നെ ഇടും, അച്ഛന് വിശുദ്ധ വസ്ത്രങ്ങൾ തന്നെ ധരിക്കും. അതുകൊണ്ട് അവിടെ നിന്ന് ഞാൻ പതുക്കെ ഇറങ്ങി പോന്നു. വീണ്ടും പള്ളി അറിയാതെ ഞാൻ കുറെ കഷ്ടപ്പെട്ടു. മക്കളെ, പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം തിരക്കി ഞാൻ കുറെ കഷ്ടപ്പെട്ടു. എനിക്ക് ഇതുപോലൊരു പ്രാർത്ഥന ചെയ്തതിലേക്ക് പോകാൻ സാധിച്ചില്ല. ഒടുവില് ജോയിനെറ്റ് എന്ന് പറഞ്ഞ് ജീസസ് യൂത്തിന് നമ്മളുടെ ഇപ്പോഴത്തെ ഫേസ്ബുക്ക് പോലെ അതുപോലെ വരുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഇന്റർനെറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്. അത് അന്നേ ഉണ്ട്, ശക്തമാണ്. ഞാൻ ഈ ജോയിനെറ്റിലൊക്കെ ഇങ്ങനെ അന്വേഷിച്ചു, ഏതെങ്കിലും ജീസസ് യൂത്ത് ഇംഗ്ലണ്ടിലുണ്ടോ. അങ്ങനെ അവിടെയുള്ള നേരത്തെ വന്ന കുറെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുക ചെയ്യുമായിരുന്ന കുറച്ച് ജീസസ് യൂത്തിനെ എനിക്ക് പരിചയപ്പെട്ടു. അവരെ ഞാൻ ഫോൺ ചെയ്തപ്പോൾ അറിയുന്നത് ഇവരൊക്കെ ചിതറിപ്പാർക്കുന്നവരാണ്. ഇവരൊക്കെ വളരെ ദൂരങ്ങളിലാണ്, ലണ്ടനിലല്ല. ഞാൻ ലണ്ടനിലായിരുന്നു താമസിച്ചിരുന്നത്. ഇവരൊക്കെ വളരെ ദൂരമാണ്. അപ്പൊ ഒരു വിദ്യാർത്ഥിയായ എന്നെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനായിട്ട് അവിടെ ചെന്നു, ജോലിയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദൂരങ്ങൾ യാത്ര ചെയ്ത് ഇവരെ കാണാൻ പോകുക പ്രയാസമാണ്. ഞാൻ അവരോട് ചോദിച്ചു, ലണ്ടനിൽ ഒരു പ്രയർ ഗ്രൂപ്പ് ഇല്ലാത്തതെന്താ? അന്ന് അവർ എന്നോട് പറയുകയാണ്, എന്റെ കൂട്ടുകാര്, സുഹൃത്തെ, ലണ്ടൻ വളരെ ഒരു പോൾ സിറ്റിയാണ്, ഒരു പാവമൊക്കെ ഇഷ്ടംപോലെയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ എന്തെങ്കിലും ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല. അവിടെ വിജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലമാണ് എന്ന് അവർ എന്നോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് സങ്കടമായി. ലണ്ടനിൽ ജീസസ് യൂത്ത് ഇല്ലല്ലോ. ഞാൻ വെറുതെ ജോയിനെറ്റിൽ ഇങ്ങനെ എഴുതി, ലണ്ടനിൽ ജീസസ് യൂത്ത് ഇല്ല. എനിക്കൊരു ആഗ്രഹമുണ്ട്, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുമോ ഇവിടെ ഒരു ജീസസ് യൂത്ത് ഉണ്ടാകണം. ജോലി പോലും കിട്ടിയിട്ടില്ല, പഠിക്കാൻ സ്ഥലങ്ങൾ പോലും അറിയത്തില്ല. അന്ന് എന്റെ മനസ്സിലൊരു ആഗ്രഹം ഇങ്ങനെ വന്നു, ലണ്ടനിൽ ഒരു ജീസസ് യൂത്ത് വേണം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോവുകയും വിശ്വാസികളുടെ കൂടെ ആയിരിക്കുകയും ചെയ്യാതെ എന്റെ മനസ്സിനൊരു സമാധാനമില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ എന്റെ ജീസസ് യൂത്ത് എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ എല്ലാവർക്കും ഇമെയിൽ ചെയ്തു. അവസാനം ഞാനിങ്ങനെ ജോയിനെറ്റ് കമ്മ്യൂണിറ്റിയിൽ ചോദിച്ചു, എനിക്ക് വേണ്ടി നിങ്ങൾ കുറെ ജപമാല ചൊല്ലിത്തരാമോ? അങ്ങനെ ഞങ്ങള് ഒരു 5000-ഓളം ജപമാല പല രാജ്യങ്ങളിൽ നിന്നുള്ള ജീസസ് യൂത്ത് സുഹൃത്തുക്കള് എനിക്ക് വേണ്ടി ചൊല്ലി. എന്തിനാണെന്ന് അറിയാമോ? ലണ്ടനിൽ ഒരു ജീസസ് യൂത്ത് തുടങ്ങി കിട്ടാൻ. പറഞ്ഞ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഭാര്യ ജീവചേച്ചി അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഞാനും ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടിയാണ് അവിടെ ജീവിക്കുന്നത്. അന്നേരം ആൾക്കാർ എന്നോട് ചോദിച്ചു, ജീവ കൂടെ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും? അന്ന് ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ ഒരുപാട് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. ഏതാണ്ട് 7, 8, 9 ദിവസം ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ കർത്താവിനോടുള്ള വിശ്വാസത്തെ പ്രതി ജീവ അവിടെ വരികയാണ്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ജീവ വന്ന് ഇറങ്ങിയതിന്റെ പിറ്റേ ദിവസം ജീവ ഒരു ചെറിയ ജോലിയാണ്, കാരണം അവിടെ ജോലി കിട്ടുന്നത് വളരെ പ്രയാസമാണ്. എങ്കിലും ജോലി കിട്ടി. ജീവ അവിടെ ജോലിയിൽ പ്രവേശിച്ചു. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പാർട്ട് ടൈം ജോലിയാണ്. എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ കുഞ്ഞുനാളില് ധാരാളം അസുഖങ്ങൾ വന്ന ഒരു മനുഷ്യ ശരീരമാണിത്. കുഞ്ഞായിരിക്കുമ്പോൾ ഒരാഴ്ച എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓക്സിജൻ കയറ്റിയാൽ വീട്ടിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് വീണ്ടും കൊണ്ടുപോകും.
അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ, നിരന്തരം അസുഖങ്ങൾ വന്നുകൊണ്ടിരുന്ന ശരീരമായിരുന്നത് കൊണ്ട് എന്റെ വീട്ടുകാർ എന്നെ പുറത്തൊന്നും പോകാനോ കളിക്കാനോ ഒക്കെ അനുവദിക്കുമായിരുന്നില്ല. അതുകൊണ്ട് വലിയ കഠിനമായ ജോലികൾ ഒരുപാട് നേരം ചെയ്യുകയാണെങ്കിൽ എന്റെ ശരീരം അതിനോട് പ്രതികരിക്കും. അത് കാരണം ഞാൻ രോഗിയായി തീരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആയുർവേദമൊക്കെ കഴിച്ച് എന്റെ ശരീരത്തെ നേരെയാക്കി വെച്ചേക്കാം. ചുമ്മാ ഇരുന്ന അസുഖങ്ങളൊന്നുമില്ല. പക്ഷെ വെറുതെ ഒരു പൊടിയടിച്ചാൽ പ്രശ്നമൊന്നുമില്ല. ഒരു പ്രാവശ്യമൊക്കെ പൊടിയടിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ പൊടി മാത്രമുള്ള ഒരു സ്ഥലത്ത് ഞാൻ ജോലി ചെയ്താൽ 1 മാസത്തിനുള്ളിൽ ഞാൻ രോഗിയാകും. അതുപോലെ തന്നെ കാഠിന്യമുള്ള ജോലികൾ ചെയ്യാൻ ശ്രമിച്ചാൽ പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ആ രീതിയിലാണ് എന്റെ ശരീരം ചികിത്സകൾ കൊണ്ട് ഇങ്ങനെ ആയത്. പെട്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ നിരന്തരമായി ശരീരത്തിന് പ്രശ്നം വരുന്ന കാര്യങ്ങൾ ചെയ്താൽ ശ്വാസകോശത്തിലായിരുന്നു, ആസ്മയായിരുന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ആസ്മ ഇല്ലെങ്കിലും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ശ്വാസകോശം പ്രതികരിക്കും. പറഞ്ഞ പ്രീസോ. അപ്പൊ അത് കാരണം ഒരുപാട് കഠിനമായ ജോലികൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും അവിടെ സ്റ്റുഡൻസ് ആയിട്ട് ചെല്ലുന്നവർക്ക് ആദ്യമേ ഒരിക്കലും നല്ല ജോലി കിട്ടത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഇംഗ്ലണ്ടിൽ ഇവിടെ നിന്ന് ഞാൻ ഓർക്കുകയാണ്, ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് വലിയൊരു പ്രൊഫസർ, എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസർ, നിങ്ങൾക്കറിയാമെന്ന് അറിയത്തില്ല, ഒരു വളരെ വലിയൊരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തെ പറയുന്നില്ല, ഇപ്പൊ പേര് പറയുന്നില്ല. എന്തായാലും അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ആ നാട്ടിൽ വന്ന് താമസിക്കുന്നുണ്ടായിരുന്നു. സൗത്ത് കേരളയിൽ നിന്നാണ് അദ്ദേഹം. അവിടെ വന്നു, അദ്ദേഹം അവിടെ താമസിച്ചു. അദ്ദേഹത്തിന് പോലും കിട്ടിയ ജോലി സാധാരണ ജോലിയാണ്, എയർപോർട്ടിലെ ക്ലീനിങ് പരിപാടികളുമാണ്. അപ്പൊ നിങ്ങൾ ഓർക്കണം, വളരെ വിദ്യാഭ്യാസമുള്ള ഉന്നതന്മാരായ ആൾക്കാർക്ക് പോലും അവിടെ ഉന്നതമായ ജോലികൾ കിട്ടുന്നില്ല. അപ്പോഴാണ് ഉന്നതമായ ജോലി ചെയ്യാൻ മാത്രമേ, അങ്ങനെയുള്ള കസേരയിൽ നിന്നുള്ള ജോലികൾ ചെയ്യാൻ മാത്രം പറ്റുന്ന ഒരു ശരീരവുമായി ഞാൻ അവിടെ ചെല്ലുന്നത്. പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറയുവാൻ തുടങ്ങി, കർത്താവേ, ഈ ശരീരം ഇങ്ങനെ ഇരിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. കാരണം ആ ശരീരം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ചീത്തയാകാത്തത്. കാരണം ഈ ശരീരവുമായി ഒരുപാട് ചീത്തയായിട്ട് നടക്കാൻ എനിക്ക് പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം ഒരു പ്രാവശ്യം ചീത്തയായി, 2 പ്രാവശ്യം ചീത്തയായി, 3 പ്രാവശ്യം എന്തെങ്കിലും ചെയ്താൽ, ഇവൻ മദ്യപാനം പോലുള്ള കാര്യങ്ങൾ തന്നെ ഓവറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്റെ ശരീരം അതിനോട് പ്രതികരിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് എല്ലാത്തിനകത്തും ഞാനൊരു എന്താ പറയുന്നത്, പാവകാലഘട്ടങ്ങളിൽ പോലും ഞാൻ എല്ലാത്തിനകത്തും ഒരു മീഡിയം നിലവാരമേ പുലർത്തിയിരുന്നുള്ളൂ. പറഞ്ഞ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അന്ന് അതെനിക്കൊരു ഉപകാരമായിരുന്നു എന്ന് അറിയാമായിരുന്നത് കൊണ്ടും ഇപ്പോഴും അതെനിക്കൊരു ഉപകാരമാണെന്ന് ഞങ്ങളൊക്കെ ചർച്ച ചെയ്യാറുള്ളത് കൊണ്ടും എനിക്കറിയാം ഇങ്ങനെ ഒരു ശരീരം ഇരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ ശരീരം ഇങ്ങനെ ഇരിക്കുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്കൊരു കാര്യം ചെയ്യണം, എനിക്ക് അതിനൊരു ഉപകാരം ചെയ്തു തരണം. എന്താണ്? ഞാൻ അങ്ങനെയും വിശ്വസിക്കുന്നു, അങ്ങ് എനിക്ക് കറങ്ങുന്ന കസേരയിൽ ഇരിക്കാവുന്ന ഒരു നല്ല ടേബിളൊക്കെയുള്ള, സ്വന്തമായി കമ്പ്യൂട്ടറുള്ള ഒരു നല്ല ഓഫീസിൽ അങ്ങ് എനിക്ക് ജോലി തരും. പറഞ്ഞ പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്നിട്ട് ജോയിന്റിൽ നിന്ന് എഴുതി എനിക്കിങ്ങനെ ജോലി കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് കുറച്ചു നാൾ കഴിയുമ്പോൾ ഞാനിങ്ങനെ വിശ്വസിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ ആൾക്കാരെല്ലാം എന്നോട് പറയും, അങ്ങനത്തെ ജോലിയൊന്നും നീ പ്രതീക്ഷിക്കേണ്ട, കാരണം ഇംഗ്ലണ്ടിൽ അത് കിട്ടുകയില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കിട്ടണമെങ്കിൽ തന്നെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ജോലി ചെയ്ത് തുടങ്ങണം. അങ്ങനെ തുടങ്ങിയ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചാൽ മാത്രമേ നിനക്ക് ഉന്നതമായ ജോലി കിട്ടുകയുള്ളൂ. പക്ഷേ പ്രിയമുള്ളവരെ, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിനാൽ, ഞാനിങ്ങനെ കർത്താവിനോട് കൃത്യമായി ചോദിച്ചുകൊണ്ടിരുന്നു, എനിക്ക് മേശപ്പുറത്തിരുന്ന് നല്ല ജോലി ചെയ്യണം, എനിക്ക് സ്വന്തമായി കമ്പ്യൂട്ടർ വേണം. കാരണം ഞാൻ ഇവിടെ ആയിരുന്നപ്പോൾ കമ്പ്യൂട്ടറിൽ കളിച്ച് കമ്പ്യൂട്ടർ എന്റെ ഒരു വലിയ സ്നേഹിതനായിരുന്നു. അവിടെ ചെന്നപ്പോൾ കമ്പ്യൂട്ടർ കൈ പോലും കിട്ടുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എന്റെ ദൈവമേ, എനിക്ക് അങ്ങനെയുള്ളൊരു ജോലി തന്നെ വേണം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗ്നാശനാകാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം അത്ഭുതം സംഭവിച്ചു. എങ്ങനെയാണ് അത്ഭുതം എന്ന് അറിയാമോ? എന്റെ വൈഫ് റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ. അവിടെ അതിന് തൊട്ടടുത്ത കമ്പനിയിൽ അവിടേക്ക് ഒരു പാഴ്സൽ വന്നു. അന്നേരം ആ കമ്പനി തുറന്നിട്ടില്ലായിരുന്നു. കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ഓഫീസാണ്, ഒരു സെയിം ബിൽഡിംഗിലെ ഓഫീസ്. അവിടേക്കുള്ള പാഴ്സൽ വന്നു, അവിടെ ആളില്ലായിരുന്നു. അപ്പോൾ ഈ പാഴ്സൽ വന്ന മനുഷ്യൻ ഇവിടെ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊന്ന് അങ്ങോട്ടേക്ക് കൊടുക്കാമോ, അവർ വരുമ്പോൾ ഞങ്ങൾ വിളിച്ച് പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അപ്പോ പുള്ളിക്കാരി ചേച്ചി അത് വാങ്ങിച്ചു വെച്ചു. അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ റിസപ്ഷനിലേക്ക് ആ കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള ഓഫീസർ വന്നിട്ട് ചോദിച്ചു, എനിക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ട്, അത് ഇവിടെ നിങ്ങൾക്ക് തന്നാ പറയുന്നത്, തരാമെന്ന് ചോദിച്ചു. അപ്പൊ കൊടുത്തു. പുള്ളി എന്റെ വൈഫിനെ പരിചയപ്പെട്ടു. കണ്ടിട്ട് ഇന്ത്യൻ ആണെന്ന് തോന്നുന്നല്ലോ, എവിടെ നിന്നാണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, കേരളത്തിൽ നിന്നാണ്. ഓ, യു ഫ്രം കേരള. അപ്പോ ചോദിച്ചു, ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ എന്റെ ഹസ്ബൻഡ് ഉണ്ട്, ഞങ്ങൾ ഒരുമിച്ചാണ്. ഓ, ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? അപ്പോൾ ഹസ്ബൻഡിന് നല്ല ജോലിയൊന്നും കിട്ടിയിട്ടില്ല, അദ്ദേഹം പഠിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, പുള്ളിയും കേരളത്തിൽ നിന്നാണോ? അതെ. ഈ മനുഷ്യൻ ഒരു ബ്രിട്ടീഷുകാരനല്ല, ഈ മനുഷ്യൻ ഒരു അഫ്ഗാനിസ്ഥാൻകാരനാണ്. അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് കുടിയേറി പാർക്കുന്നതിന് മുൻപ് അദ്ദേഹം ദുബായിലായിരുന്നു. അപ്പോൾ അവിടെ ധാരാളം മലയാളികളെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. ഗൾഫിൽ മുഴുവൻ ഒരുപാട് കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുന്നത് മലയാളികളാണെന്നും
മലയാളികൾ വളരെ സ്മാർട്ടാണെന്നും ഈ അഫ്ഗാനിസ്ഥാൻകാരന്റെ വിശ്വാസമാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഒരു മലയാളി ഇവിടെ ജോലിയില്ലാതെ ഉണ്ടോ? എനിക്കൊരാളെ ആവശ്യമുണ്ട് എന്റെ ഓഫീസിൽ എന്നെ സഹായിക്കാൻ. നിന്റെ ഭർത്താവിനോട് നാളെ ഒന്ന് ഇവിടം വരെ വന്ന് എന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പറയാമോ എന്ന് അയാൾ ചോദിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവ വന്ന് പറഞ്ഞു, താങ്കൾക്ക് ഒരു ജോലി കിട്ടി സഹോദര. ഞാൻ ചോദിച്ചു എന്താണ്? അവൻ പറഞ്ഞു, ഇങ്ങനെയാണ് കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചത്. ഒരു പാഴ്സൽ എന്റെ അടുത്ത് കൊണ്ട് വെച്ചിട്ട് പോയി. അതിന്റെ ഓണർ വന്ന് എന്റെ അടുത്ത് വാങ്ങിച്ചു. എന്നെ പരിചയപ്പെട്ടപ്പോൾ എന്റെ ഭർത്താവിന് ജോലിയില്ലെന്ന് അറിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്, മലയാളിയാണെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുപോവാ, ഞാൻ ജോലി കൊടുക്കാം. അദ്ദേഹത്തിന്റെ എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ ഞാൻ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ട് സ്വന്തം ക്യാബിനുള്ള, സ്വന്തം റൂമുള്ള, സ്വന്തം കമ്പ്യൂട്ടറുള്ള, സ്വന്തം ഫോണുള്ള ഒരു പാർട്ട് ടൈം ജോലി പ്രൈസ് ദി ലോർഡ് കർത്താവ് എനിക്ക് തന്നു. ഇത് ഞാനിങ്ങനെ ജോയിനിൽ എഴുതി കാര്യങ്ങൾ ചെയ്തു. അവിടെ കുറെ കാലം ഞാൻ വർക്ക് ചെയ്തു. ശമ്പളം കുറവാണ്. അങ്ങനെ വർക്ക് ചെയ്തു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഈ പരിചയം വെച്ച് അടുത്ത സ്ഥലത്തേക്ക് ജോലി കിട്ടി. ആ സ്ഥലത്ത് ഞാൻ ജോലിക്ക് പോയപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റോളിലാണ് അവിടെ ജോലി കിട്ടിയത്. അപ്പൊ ഇതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ജോലി അവിടെ കിട്ടാനുള്ള കാരണം. ഇതാണ് മാനേജർ പോസ്റ്റ് ആണ്. കാരണം ഇതാണ്, ആ കമ്പനി പൂട്ടുകയാണ്. ആ കമ്പനി പൂട്ടുന്ന സമയത്ത് എന്തിനാ എനിക്ക് ജോലി എന്നതായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. കൂട്ടുന്ന സമയത്ത് ഈ കമ്പനി വൈൻഡപ്പ് ചെയ്യണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് ഓഫീസ് വർക്ക് ഉണ്ട്. അവിടുത്തെ സ്റ്റോക്ക് മുഴുവൻ തീർക്കണം. അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ അതിന് ഈ കൂട്ടുന്ന കമ്പനി ജോലി ചെയ്യാൻ വെള്ളക്കാരന് കിട്ടത്തില്ല. പക്ഷെ നല്ല ശമ്പളം കൊടുക്കും. പക്ഷെ നല്ലൊരു പൊസിഷനുമാണ്. ഞാൻ എന്ത് ചെയ്തു? ഞാൻ അവിടെ പോയി ചേർന്നു. കാരണം അതൊരു വലിയ പോസ്റ്റല്ലേ. അപ്പൊ ഞാൻ ആ പോസ്റ്റിലൊക്കെ ചേർന്നു. ഞാൻ ആ കമ്പനി പൂട്ടി കൊടുത്തിരുന്നു. അങ്ങനെ കമ്പനി പൂട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സ്വാഭാവികമായി ജോലി ഇല്ലാതായി. പക്ഷെ ആ ജോലിയില്ലായ്മ കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് പരിഭ്രമമായി. പരിഭ്രമമായപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഇങ്ങനെ ഞാൻ വീണ്ടും എന്റെ വിശ്വാസത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ ഞാൻ ജിസിത്തിന്റെ കഥയിലേക്ക് തിരിച്ചു പോകാം. അതിനു മുമ്പ് ഞാൻ എന്റെ പേഴ്സണൽ ലൈഫിൽ ഈ കാര്യം പറയുകയാണ്. ഞാൻ വീണ്ടും കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ജോലി തീർന്നു പോയല്ലോ, അവിടുത്തെ ജോലി തീർന്നുപോയി. ശേഖരിച്ചു വെച്ച പൈസയും തീരാറാവുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? ജീവ അവധി എടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങളുടെ ആനിമേറ്റർ അച്ഛൻ, നമ്മുടെ ആലപ്പുഴ, നമ്മുടെ ജിസിന്റെ ഇംഗ്ലണ്ടിലെ ആനിമേറ്റർ അച്ഛനായിരുന്നു, അന്നത്തെ ആനിമേറ്റർ അച്ഛനായിരുന്ന ഫാദർ സെബാസ്റ്റ്യൻ അരീക്കാട്ട്, എല്ലാ മുതിർന്ന ജസ്റ്റിസിനും അറിയാം. അരീക്കാട്ട് അച്ഛന്റെ പള്ളിയിലേക്ക് ഞങ്ങൾ പോയി. അച്ഛന്റെ അവിടെ ഒരു മേടയുണ്ട്. അച്ഛൻ ഒറ്റയ്ക്കുള്ളെങ്കിലും അവിടെ 3 വലിയ ബെഡ്റൂം ഉണ്ട്, ഡബിൾ ബെഡ്റൂം ഉണ്ട്. ഞാൻ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ രണ്ടുപേരും കൂടെ വരാനാണ്, ഒരു ബെഡ്റൂം ഒഴിച്ചിട്ടേക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വിചാരിച്ചു, അച്ഛനാണെങ്കിൽ അവിടെ ഈ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ചൂടാക്കി തിന്ന് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സാധാരണ മനുഷ്യനാണ്. എന്നെ പോലെ ഒരു ഭീമാകാരൻ അവിടെ ചെല്ലുകയാണെങ്കിൽ അച്ഛന് ഞങ്ങളെ കൊണ്ടുപോകാനുള്ള യാതൊരു തരത്തിലുള്ള സംവിധാനവുമില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. 5 ദിവസത്തെ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഈ സാധനങ്ങളും പാട്ടങ്ങളുമായിട്ടാണ് ലണ്ടനിൽ നിന്ന്, നമ്മുടെ ഇന്ത്യയിലെ സാധനങ്ങൾ കിട്ടും ലണ്ടനിൽ സ്ട്രീറ്റുകളിൽ, ഇതെല്ലാം അരിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ബാങ്കിനകത്താക്കി അതുമായിട്ടാണ് ഞങ്ങൾ അച്ഛന്റെ വീട്ടിൽ 5 ദിവസം താമസിക്കാൻ പോയത്. അച്ഛനാണെങ്കിലോ അത് കണ്ട് ഭയങ്കര പരിഭ്രമമായി പോയി. അച്ഛൻ ഇപ്പോഴും എവിടെയെങ്കിലും പ്രസംഗിക്കുകയാണ് എന്ന് പറയും, ജോസഫ് ദാസൻ വന്നു ചാക്ക് വരിയുമായി എന്ന് പറയും. അപ്പൊ അങ്ങനെ ഞങ്ങൾ ചാക്ക് വരിയുമായി. ഇവിടെ ധ്യാനകേന്ദ്രങ്ങൾ പോലെ അവിടെ ധ്യാനകേന്ദ്രമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു അച്ഛനുള്ള അടുത്തേക്ക് പോയത്. അപ്പൊ അച്ഛന്റെ വീട്ടിൽ പോയി ഞങ്ങൾ താമസിച്ചു. എന്നിട്ട് ഞങ്ങൾക്കൊരു മുറിയുണ്ട്. രാവിലെ എഴുന്നേക്കും, അച്ഛന്റെ കുർബാനയിൽ ഞങ്ങൾ പങ്കെടുക്കും. ഒരു കൊച്ചു പള്ളിയാ, കുർബാനയിൽ പങ്കെടുക്കും. അതിനുശേഷം തിരിച്ചു വരും. അച്ഛന് വലിയ തിരക്കാണ്. അപ്പൊ അച്ഛൻ എനിക്ക് 1-2 പുസ്തകങ്ങൾ വായിക്കാൻ തരും എല്ലാ ദിവസവും. അപ്പൊ ഞാനൊരു പ്രസംഗം കേൾക്കുന്നതിന് പകരം ആ പുസ്തകം വായിക്കും. 5 ദിവസം താമസിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. അച്ഛൻ ഈശോയെ എഴുന്നേൽച്ച് വെച്ച് തരും പള്ളിയില്. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പ്രാർത്ഥിക്കും. അച്ഛൻ തിരിച്ചു വരുമ്പോൾ ഈശോയെ എടുത്ത് അകത്ത് വയ്ക്കും. ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ഈശോയെ ആരാധിച്ചു പ്രാർത്ഥിച്ചു. പിന്നെ പള്ളിയുടെ ചുറ്റുവട്ടത്തൂടേക്ക് ഞങ്ങൾ നടന്ന് കൊണ്ടു ചെല്ലും. ഒരു നല്ല അനുഭവമായിരുന്നു, ഒരു ധ്യാനം കൂടുതൽ അനുഭവം. അങ്ങനെ ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവെ ജോലി തന്നേ പറ്റൂ, നീ ജോലി തരുവാൻ ശക്തനാണ്, വീണ്ടും തന്നേ പറ്റൂ. അപ്പൊ ഞാൻ ഈ പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് ജോലിക്കൊക്കെ എവിടെയെങ്കിലും അപേക്ഷിക്കണമല്ലോ. അങ്ങനെ എന്റെ ഒരു കൂട്ടുകാരന്റെ അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഹോട്ടലിന് ഞാൻ അവിടെ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് എന്റെ CV അദ്ദേഹത്തിന്റെ പ്രിന്റ് ചെയ്യാൻ കൊടുത്തായിരുന്നു. ഈ CV ഞാൻ എങ്ങനെയാണ് പ്രിന്റ് ചെയ്തതെന്ന് അറിയാമോ? ഒരു ജോബ് വെബ്സൈറ്റിൽ ഞാൻ പണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എത്ര അപേക്ഷിച്ചാലും എപ്പോഴൊക്കെ ചെന്നാലും എന്നെ ഓടിച്ചു വിടുന്ന ഒരു ഏജൻസിയാണത്. അത് റീഡ് എന്ന് പറയും. റീഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന ഒരു ജോബ് ഏജൻസിയാണ്. ഞാൻ ഒരുപാട് തവണ ഓഫീസിൽ ചെന്നിട്ടുണ്ട്. എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ തലയാട്ടുന്ന മതാമ്മമാരെ അല്ലാതെ മറ്റാരെയും ഞാൻ അവിടെ കണ്ടിട്ടില്ല. ജോലിയില്ല എന്ന് പറയും. അപ്പൊ അങ്ങനെ എന്നാ അതുകൊണ്ട് ഞാൻ അന്ന് രജിസ്റ്റർ ചെയ്തിരുന്നു. അതുകൊണ്ട് എന്റെ നല്ലൊരു CV അതിനകത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ആ CV എടുത്താണ് ഞാൻ ഇദ്ദേഹത്തിന് കൊടുത്തത്. അപ്പൊ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഞാൻ അതിൽ കയറിയപ്പോൾ ഞാൻ ആ CV എടുത്ത്
എടുത്ത് കൊടുക്കുമ്പോൾ ഞാൻ ചെയ്തത്, ഞാൻ അറിയാതെ അതിലൊരു പോസ്റ്റ് അപ്ലൈ ചെയ്തു. അതായത് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ എന്ന് പറയുന്ന ബട്ടണില് ഏതോ ഒരു സീനിയർ മാനേജർ പോസ്റ്റിലേക്ക് വെറുതെ അപ്ലൈ ചെയ്തു. മനസ്സിലാവുന്നോ? അവർ എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ പേജിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചുമ്മാ അപ്ലൈ ബട്ടൺ കാണിച്ചത്. അപ്പൊ എക്സിറ്റ് ചെയ്ത് തിരിച്ചു ഞാൻ ക്ലോസ് ചെയ്ത് ഞാൻ പോകുന്നു. ഞാൻ അറിയാതെ ചെയ്തൊരു കാര്യമാണ്. ഞാൻ ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാൻ വിചാരിച്ചത് എന്റെ കൂട്ടുകാരനെ വിളിക്കുമായിരിക്കും. അവൻ സീനി കൊണ്ട് കൊടുത്തിട്ട് അവൻ എന്നെ ഇപ്പൊ വിളിക്കുമായിരിക്കും എന്ന് വിചാരിച്ചിരിക്കുക. ദൈവം അത്ഭുതം പ്രവർത്തിക്കുമല്ലോ. നമ്മൾ വിചാരിക്കുന്ന വഴിയിലൊന്നുമല്ല ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഒരിക്കൽ 3-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും ഞാൻ അപ്ലൈ ചെയ്ത റീഡ് അക്കൗണ്ടൻസിയിൽ നിന്നും ഒരു മദാമ എന്നെ വിളിച്ചു. ഹലോ, ഇത് ജോസഫാണോ? ഇംഗ്ലീഷിലാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, അതെ ജോസഫാണ്. നിങ്ങളൊരു വലിയ പോസ്റ്റിലേക്കാണല്ലോ അപ്ലൈ ചെയ്തത്. ഞാൻ പറഞ്ഞു, അതെ. അത് തമാശയ്ക്ക് പറ്റിയതാണെന്ന് ഞാൻ പറഞ്ഞില്ല, അബദ്ധത്തിന് പറ്റിയതാണെന്ന് പറഞ്ഞില്ല. അതെ, ഞാൻ വിചാരിച്ചു ഇപ്പൊ ഈ പോസ്റ്റ് എനിക്ക് തരുമായിരിക്കും. അപ്പൊ ക്ഷമിക്കണം, ആ പോസ്റ്റിൽ നിങ്ങളെ കയറ്റുവാൻ ബുദ്ധിമുട്ടുണ്ട്. അതെനിക്ക് അറിയാമെന്ന് നേരത്തെ ഞാൻ മനസ്സിൽ പറഞ്ഞു. പക്ഷെ അവർ പറയാണ്, എങ്കിലും വേറൊരു പോസ്റ്റിലേക്കുള്ള ജോലി നിങ്ങൾ സ്യൂട്ടബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്റർവ്യൂവിന് ഇവിടം വരെ ഒന്ന് വരാമോ? പറഞ്ഞ ഹല്ലേലൂയ. പക്ഷെ ഇന്റർവ്യൂവിനാണ് വിളിച്ചത്. എങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ വിചാരിച്ചു 2 ദിവസം കൂടെ പ്രാർത്ഥിക്കാതെ ഇവിടെ പോകുന്ന പ്രശ്നമില്ല. അങ്ങനെ 2 ദിവസം കൂടെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞങ്ങള് അടുത്ത മൺഡേ, ആ പ്രാർത്ഥന കഴിയുന്നതിന്റെ പിറ്റേ ദിവസം അച്ഛനോട് ചാച്ചനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ലണ്ടനിലേക്ക് പോകുന്നു. അച്ഛൻ ഒത്തിരി ദൂരമാണ്. തിരിച്ചു പോന്ന് ഞാൻ ഈ ജോലിക്ക് ഇന്റർവ്യൂവിന് വേണ്ടി പോവുകയാണ്. ജീവ എന്റെ കൂടെ വന്നു. അവൾക്ക് അവധിയായിരുന്നു. അവൾ പുറത്ത് ബസ് സ്റ്റോപ്പിലിരുന്നു. ഞാൻ ഇന്റർവ്യൂവിന് പോയി. ഞാൻ വളരെ പ്രസന്നവതന 5 ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മുഖത്ത് അറിയാതെ ഒരു പ്രസാദമൊക്കെ വരും. അപ്പൊ 5 ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകില്ലേ. അപ്പൊ ആ പ്രസാദത്തിൽ ചെന്നത് കാരണം എന്റെ ഈ ഇന്ത്യക്കാരന്റെ രൂപമല്ല അവർ കാണുന്നത്. ഹല്ലേലൂയ. അവർ കാണുന്ന എന്റെ ഈ ബ്രൗൺ ഫേസ് ഒന്നും അല്ലായിരുന്നിരിക്കണം എനിക്ക് തോന്നുന്നത്. കാരണം പണ്ട് കണ്ട ആ മുഖങ്ങളൊന്നും ഇപ്പോൾ കാണുന്നില്ല. അവരെന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നിട്ട് ചെന്നത് കാരണം ഒരുപക്ഷെ കർത്താവിന്റെ പ്രകാശം അവരിലേക്ക് ചെന്ന് കാണും. പറഞ്ഞ ഹല്ലേലൂയ. അവരെന്നെ അകത്തേക്ക് വിളിച്ചു. അവരെന്നെ കമ്പ്യൂട്ടർ ടെസ്റ്റ് തന്നു. ആ ടെസ്റ്റ് കമ്പ്യൂട്ടർ നമുക്ക് കേരളത്തിലുള്ളവർക്ക് അറിയാമല്ലോ, കളിപ്പാട്ടമാണ്. നമ്മൾ അടിപൊളിയായിട്ട് അത് പാസ്സായി. അത് കഴിഞ്ഞ് അക്കൗണ്ടൻസിയുടെ ടെസ്റ്റ് തന്നു. അതും കർത്താവ് പാസ്സാക്കി. അത് കഴിഞ്ഞ് അവർ ഇന്റർവ്യൂവിൽ കുറെ ചോദ്യങ്ങൾ പേഴ്സണാലിറ്റി അസസ് ചെയ്യാൻ ചോദിച്ചു. പ്രാർത്ഥന നിറവിലിരിക്കുന്നതിനാൽ എന്നിലെ ആത്മീയ മനുഷ്യൻ വളരെ കോൺഫിഡൻസോടെ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം പ്രാർത്ഥിച്ച് ഭയങ്കര കോൺഫിഡൻസിലായി. ഇതേ പഠിക്കുന്നുണ്ടല്ലേ കോൺഫിഡൻസ്. അപ്പൊ അതുപോലെ കോൺഫിഡൻസിലാണ് സംസാരിക്കുന്നത്. അതുപോലെ ജീസസ് താഴുകയാണെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യണം, മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ പഠിക്കണം. എന്നിട്ട് ഏത് ഇന്റർവ്യൂ ആയിക്കോട്ടെ അനേകം മണിക്കൂറുകൾ പ്രാർത്ഥിച്ചതിന് ശേഷം കോൺഫിഡൻസോടെ വേണം ഇന്റർവ്യൂ ഹോളിലേക്ക് കയറി ചെല്ലാൻ. നിങ്ങളുടെ മുഖം കർത്താവിന് പ്രകാശിക്കുകയും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആന്തരിക മനുഷ്യന്റെ ശക്തിയിൽ അവിടെ ഇരിക്കുന്ന ഇന്റർവ്യൂ കൂടെ ആൾക്കാർ മയങ്ങി വീഴുകയും നിങ്ങൾക്ക് ജോലി കിട്ടുകയും ചെയ്യും. പറഞ്ഞ ഹല്ലേലൂയ. അങ്ങനെ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇന്റർവ്യൂ ചെന്നതിനാൽ ആ മദാമ ചേർത്തി എനിക്ക് ജോലി തരുവാൻ മനസ്സായി. പറഞ്ഞ ഹല്ലേലൂയ. കർത്താവ് തിരുമനസ്സായപ്പോൾ ബാക്കി എല്ലാവർക്കും മനസ്സായി. അങ്ങനെ ഞാൻ അതൊരു വളരെ നല്ല, ഇന്നും എനിക്ക് എവിടെയൊക്കെ ജോലിക്ക് അപ്ലൈ ചെയ്താലും ഇംഗ്ലണ്ടിൽ റീഡ് അക്കൗണ്ടൻസിയുടെ കീഴിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണെന്ന് പറയുന്നതിനാൽ എനിക്കിന്നും വിലയുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം അത് വളരെ ഫേമസ് ആണ്. അവിടെ സാധാരണ ഇന്ത്യക്കാർക്ക് അത് അവരുടെ ഡിസ്ക്രിമിനേഷൻ ഇല്ലെന്ന് അവർ പറയുമെങ്കിലും സാധാരണ ഇന്ത്യക്കാർക്ക് അവിടെ ജോലി കിട്ടുക പ്രയാസമാണ്. പക്ഷേ കർത്താവ് എന്നെ അവിടെ സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ എന്റെ ജീവിതത്തിലെ വിശ്വാസമാണ്. വിശ്വാസങ്ങളിൽ നിങ്ങൾക്കറിയാമോ, എന്നേക്കാൾ വിദ്യാഭ്യാസമുള്ള, എന്നേക്കാൾ പഠിപ്പുള്ള അനേകം ചെറുപ്പക്കാര് ആ നാട്ടില് എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിലും അവരും പലരും ഹോട്ടലിൽ പാത്രം കഴുകുകയും തല തുടയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ആ സമയത്തൊക്കെ കർത്താവ് എന്നെ ഉയർത്തി ഒരു കസേരയിൽ ഇരുത്തി. പറഞ്ഞ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് കർത്താവിന്റെ ഒരു വിശ്വാസമാണ്. കർത്താവിന്റെ വിശ്വസിച്ചതിനാൽ എനിക്ക് കിട്ടിയ ഒരു കാര്യമാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം വേണമോ, നിങ്ങൾ ഭഗ്നാശരാകരുത്. ലോകം പറയുന്നത് കേൾക്കരുത്, ദൈവം പറയുന്നത് മാത്രം കേൾക്കുക. കർത്താവ് പറയുന്നത് നീ എന്നോട് ചോദിക്കുക, ഞാൻ നിനക്ക് നൽകുമെന്നാണ്. ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഭഗ്നാശരാകരുതെന്നാണ്. നിനക്കൊരു നല്ല ഭാവി വേണമോ, എല്ലാ ദിവസവും നീ കർത്താവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. കർത്താവ് എനിക്കൊരു നല്ല ഭാവി വേണം. നിനക്കൊരു നല്ല ഭർത്താവിനെ തന്നെ വേണമോ, നല്ലൊരു കുടുംബജീവിതം വേണമോ? ഈ നാട്ടിൽ ഡൈവോഴ്സ് പെരുകുന്നത് കണ്ടിട്ടും ഈ നാട്ടിൽ അനേകം തമ്മിൽ അടിക്കുന്നത് കണ്ടിട്ടും നിനക്ക് ഭയമാണോ?
കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാം. എന്നാൽ കർത്താവിനോട് നീ ചോദിക്കുക, എല്ലാ ദിവസവും ചോദിക്കുക, ഭഗ്നാശയാകാതെ ചോദിക്കുക. ഇന്ന് തൊട്ട് ആ പയ്യനെ കർത്താവ് സ്പർശിക്കുവാൻ തുടങ്ങും. ഇന്ന് തൊട്ട് നീ കല്യാണം കഴിക്കുവാൻ പോകുന്ന പെൺകുട്ടിയെ കർത്താവ് സ്പർശിക്കുവാൻ തുടങ്ങും. നീ കല്യാണം കഴിക്കുന്ന പ്രായമാകുമ്പോഴത്തേക്കും ദൈവത്തിന്റെ ഒരു കുഞ്ഞാടായി, ഒരു പാവം, ഒരു പൊന്നോമനയായിട്ട് നിന്റെ ജീവിതത്തിലേക്ക് ആ പാപം നടന്നു വരും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ഭഗ്നാശയാകാതെ, ആശ നശിച്ചു പോകാതെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാകണം നീ. നീ പ്രവേശിക്കേണ്ട ജോലി എന്താണെന്ന് നിനക്ക് ഇന്നേ ആഗ്രഹമുണ്ടോ? എന്നാൽ നീ കർത്താവിനോട് ആശ നശിക്കാതെ പ്രാർത്ഥിച്ചു നോക്ക്. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. എല്ലാ ദിവസവും സ്വർഗ കവാടത്തിൽ പോയി മുട്ടിയിട്ട് പറയണം, എക്സ്ക്യൂസ് മീ അപ്പച്ച, ഈ ജോലി എനിക്ക് വേണം. എക്സ്ക്യൂസ് മീ അപ്പച്ച, ഇങ്ങനെയൊരു ജീവിത പങ്കാളി എനിക്ക് വേണം. നീ തരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണെന്ന് പറഞ്ഞത് കൊട്ടി നോക്കിക്കേ, കർത്താവ് നിനക്ക് തരുക തന്നെ ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരു കുടുംബജീവിതം വേണമെന്ന് നീ ആഗ്രഹിക്കുന്നു, നീ ചോദിക്കണം. ഞങ്ങൾക്കറിയാം, ജീസസ് യൂത്തായിട്ടുള്ള ഒത്തിരി ചെറുപ്പക്കാര് ഇംഗ്ലണ്ടിലും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചേട്ടന്റെ കുടുംബജീവിതം ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നു. ഇതുപോലൊരു കുടുംബജീവിതം. ഈ ആലപ്പുഴയിലുണ്ടായിരുന്ന സോണി എന്നോട് പറയുകയാണ്, കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചപ്പോൾ അവന് പെണ്ണ് നോക്കുകയാണ്. അപ്പൊ അവൻ എന്നോട് പറയുകയാണ്, ചേട്ടാ നിങ്ങളുടെ പോലത്തെ ഒരു കുടുംബജീവിതം എനിക്ക് വേണം. അപ്പോൾ എനിക്കിന്ന് ഓർമ്മയുണ്ട് ഞാൻ എങ്ങനെ കുടുംബജീവിതത്തിൽ ഇറങ്ങിയെന്ന്. വിവാഹം നിശ്ചയിച്ച നാൾ തൊട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ 1000 ജപമാലകളാണ് നല്ലൊരു കുടുംബജീവിതം ലഭിക്കുവാൻ വേണ്ടി ചൊല്ലിയത്. പറഞ്ഞേ ഹല്ലേലൂയ. വിവാഹം നിശ്ചയിച്ച നാൾ തൊട്ട് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ഞാൻ എല്ലാ ദിവസവും 1 മണിക്കൂർ കർത്താവിനെ സ്തുതിക്കുമായിരുന്നു. എന്തിനാണെന്ന് അറിയാമോ? കർത്താവെ, എനിക്ക് നിന്റെ ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്ന, നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലുമായിരിക്കുവാൻ പറ്റുന്ന, എന്ത് പ്രതിസന്ധി വന്നാലും പതറാതെ സ്നേഹിക്കുന്ന ഒരു കുടുംബ ജീവിതം വേണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്റെ പൊന്നു സഹോദരങ്ങളെ, എന്റെ ഭാര്യ കർത്താവിന്റെ വിശ്വാസിയായിരുന്നുവെങ്കിലും, കർത്താവിന് ഇഷ്ടമുള്ള വ്യക്തിയായിരുന്നെങ്കിലും, ഇതുപോലെ നമ്മളെ പോലെ പ്രാർത്ഥനാ ചൈതന്യത്തിൽ, ഇതുപോലെ ജീസസ് പോലുള്ള കാര്യങ്ങളിൽ പോകുവാനുള്ള സാഹചര്യത്തിൽ ജീവിച്ച വ്യക്തിയല്ല. പക്ഷെ നിങ്ങൾക്കറിയാമോ, കല്യാണം കഴിച്ചതിന്റെ 2 ദിവസം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. 3-ാമത്തെ ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി, ഈ മുറിയിലേക്ക് എന്തോ ഒരു സ്വർഗീയ സാന്നിധ്യം വരുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് മുട്ടുകുത്തി നിൽക്കാം, കാര്യം കർത്താവിന്റെ ഒരു സാന്നിധ്യം വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മുട്ടുകുത്തിയപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുകയാണ്. ഒരു മന്ത്രിയുടെ അസിസ്റ്റന്റ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ആ സമയം പേഴ്സണൽ സ്റ്റാഫായിട്ടാണ് ജോലി ചെയ്യുന്നത്. ആ സമയത്ത് എനിക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. അവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഫോൺ കോളാണ്. നമുക്ക് പരിചയമുള്ള ഒരാള് പോലീസ് സ്റ്റേഷനിലുണ്ട്. അയാൾ എന്റെ പേരാണ് പറഞ്ഞത്, പരിചയമുണ്ടെന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഞങ്ങൾ അവനെ ഒന്നും ചെയ്യാതെ ഇവിടെ നിർത്തിയേക്കാണ്. നിങ്ങൾ വന്ന് വിളിക്കുന്നെങ്കിൽ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു സാധനം ഫോൺ കോളാണ് വന്നത്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് അറിയാവുന്ന ആളാണ്. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തെ ഒന്നും ചെയ്യണ്ട, വിട്ടേക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചതിന് ശേഷം ഞാൻ തിരിച്ച് മുറിയിലോട്ട് പോയില്ല. അപ്പൊ എന്റെ മനസ്സിലൊരു സംശയം, സ്വർഗീയ സാന്നിധ്യം മുറിയിലേക്ക് വരുന്നത് പോലെ എനിക്ക് തോന്നിയിട്ട്, എന്തിനാ ഈ ഫോൺ കോൾ വന്നത്? ഇപ്പൊ കർത്താവിന് ടൈമിംഗ് ഒന്നും ഇല്ലേ? അങ്ങനെ വിചാരിച്ചോണ്ട് ഞാൻ റൂമിലോട്ട് പോവുക. അങ്ങനെ കർത്താവിന്റെ സ്വർഗീയ സാന്നിധ്യ അനുഭവം എനിക്കും ജീവിക്കും തരുന്ന സമയത്ത് എന്നെ ഫോൺ വന്ന് ഞാൻ പുറത്തു പോവുക. ഇതെന്ത് പരിപാടിയാ? അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ വാതിലിന്റെ അടുത്ത് ചെന്നപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, മുറിയിൽ മുട്ടുകുത്തി നിന്ന് 2 കൈയും വിരിച്ച് കരഞ്ഞ് കണ്ണുനീർ വാർത്ത് പ്രാർത്ഥിക്കുന്ന എന്റെ ഭാര്യയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അത് കഴിഞ്ഞപ്പോ പ്രാർത്ഥനയിൽ ഞാനും പങ്കെടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അവളോട് ചോദിച്ചു, ജീവിച്ചു ഉള്ളപ്പോ ചേച്ചി തന്നെ പറയുന്ന ഒരു ടെസ്റ്റ് മണിയാണത്. ഞാൻ ചോദിച്ചു, എന്തായിരുന്നു നിനക്ക് പറ്റിയത്? ഞാനിങ്ങനെ ഫോൺ വന്ന് പുറത്തേക്ക് പോയ സമയത്ത് പുള്ളിക്കാരി മനസ്സോടെയാണ് മുട്ടുകുത്തിയത്. ഞാൻ മുട്ടുകുത്താന്നൊക്കെ പറഞ്ഞപ്പോ, കാര്യം ഒരു ചെറിയ ചിരിയും ഉള്ളിൽ വന്നിട്ടുണ്ടെന്നാണ് പിന്നീട് രഹസ്യമായിട്ട് ചോദിച്ചപ്പോ പറഞ്ഞത്. എന്ത് വരുന്നെന്നാണ്? സ്വർഗീയ സാന്നിധ്യം മുറിയിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ ചിരിച്ചു. അങ്ങനെ ഞാൻ പുറത്തേക്ക് പോയിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ പറ്റിയെന്ന് അറിയാമോ? ഞാൻ അങ്ങോട്ട് ഇറങ്ങുകയും മുറിയിലേക്ക് ഒരു വലിയൊരു ഏതോ ഒരു വ്യക്തി കടന്നു വരുന്നത് പോലെ, വലിയ സ്നേഹമുള്ള ഒരു വ്യക്തി കടന്നു വരുന്നത് പോലെ അനുഭവം പുള്ളിക്കാരിക്ക് തോന്നുകയും, ആരോ വലിയ സ്നേഹമുള്ള ഒരു അപ്പച്ചൻ മാറോട് ചേർക്കുന്നത് പോലെ, പുള്ളിക്കാരിയെ ചേർത്തണയ്ക്കുന്നത് പോലെ ഒരു വലിയ വാത്സല്യമുള്ള ഒരു കരം അവളുടെ പുറത്തേക്ക് വന്ന് വീഴുന്നതായി അവൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്തു. പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ സ്നേഹം ജീവയുടെ ഉള്ളിലേക്ക് വരികയാണ്. അന്ന് മുതൽ ഈശോയെ കുറിച്ച് ഞാൻ എന്ത് പറഞ്ഞാലും എന്നോടൊപ്പം ഒരുമിച്ച് നിൽക്കുന്ന ഒരു വിശ്വാസ വീരത്തെയാണ് എന്റെ ഭാര്യയെ. എന്നെ ആശ്വസിപ്പിക്കുന്ന, എല്ലാ കാര്യങ്ങൾക്കും ശക്തി പകരുന്ന ഒരു ഭാര്യയെ, ഒരു കുടുംബ ജീവിതം എനിക്ക് കിട്ടിയെന്നുള്ളത് അനേക നാളുള്ള ഞങ്ങളുടെ ഈ പ്രാർത്ഥനയുടെ ഒരു ഫലമാണ്. ഭഗ്നാശരാകാതെ സ്വർഗത്തിൽ മുട്ടിയതിന്റെ ഫലമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. പക്ഷെ ഈ വിശ്വാസമൊക്കെ എവിടെ നിന്ന് കിട്ടി എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, അത് ജീസസ് യൂത്തിലെ അല്ലെങ്കിൽ കരിസ്മാറ്റിക് നവീകരണത്തിലെ പരിശീലനങ്ങളിലൂടെയാണ് എനിക്കത് കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ പരിശീലനങ്ങൾ ഇവിടെയൊക്കെ ഞാൻ കണ്ടതാണ്. പ്രയർ ഗ്രൂപ്പ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ പ്രാർത്ഥിച്ച് പ്രയർ ഗ്രൂപ്പ് ഉണ്ടാക്കുക, എന്തും അസാധ്യമെന്ന് പറയുന്ന കാര്യങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ചെയ്യുക, ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന കൺവെൻഷനുകൾ ഓർഗനൈസ് ചെയ്യുക, ആൾക്കാർ അതുപോലെ തന്നെ വരിക,
രോഗികളൊക്കെ അത്ഭുതകരമായി സുഖമാവുക. ഈ ചേട്ടന്മാരും ചേച്ചിമാരും എങ്ങനെയാ കൺവെൻഷൻ പോകണമെന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു പോകും, അതുപോലെ ആ കൺവെൻഷൻ നടക്കും. പ്രീസണോ ഞാൻ കാണലാണ് ഇവര് പ്രാർത്ഥിക്കുന്നത് പോലൊക്കെ സംഭവിക്കുകയാണ്. അപ്പൊ എനിക്കറിയാം പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ലണ്ടനിൽ ചെന്നപ്പോൾ ഈ അവിടെ ജീസസ് ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാമോ? പ്രിയമുള്ളവർ ഇതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഒരു കോൺവെന്റ് കണ്ടുപിടിച്ചു, മലയാളി കന്യാസ്ത്രീമാരുള്ള ഒരു കോൺവെന്റ്. എന്നിട്ട് ഞാൻ ആ സിസ്റ്ററിന്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു, സിസ്റ്റർ ഞാനൊരു കാര്യം ചെയ്തോട്ടെ, എന്താണ് അവിടെ നമുക്ക് ഒരാൾക്കൊക്കെ ആണെങ്കിലും ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചത് ആരാധിക്കാൻ വലിയ സന്തോഷമാണ്. ഒരുപാട് ആൾക്കാരില്ലാത്തൊരു സ്ഥലത്ത് പോയാൽ അങ്ങനെ ഒരു ഗുണമൊക്കെ കിട്ടും. പ്രൈസിലോട്. അപ്പൊ ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്റർ എനിക്കൊരു ഉപകാരം ചെയ്തല്ലോ, എന്താ ഞാൻ എന്തായാലും അവിടെ ഇരിക്കാം, എനിക്ക് 10 ദിവസത്തെ ഒരു അവധിയുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ 10 ദിവസം സിസ്റ്ററിന്റെ ഗവൺമെന്റിലെ ചാപ്പലിൽ വന്നിരിക്കാം. സിസ്റ്റർ എനിക്ക് ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് തരാമോ? എനിക്കിവിടെ യുവജനങ്ങളുടെ ഒരു മൂവ്മെന്റ് തുടങ്ങാൻ പ്രാർത്ഥിക്കാം എന്ന് ഞാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കുന്നു. ആർക്കെങ്കിലും വരണമെങ്കിൽ വരാമെന്ന് പറഞ്ഞ് ഞാൻ എന്നെ 1-2 കൂട്ടുകാർക്ക് മെസ്സേജ് അയച്ചു. ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് പാസ് ചെയ്യണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു, SMS അയച്ചു. ഇത് കൂട്ടുകാർ തമ്മിൽ കൈമാറി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ആളുകൾ വിളിക്കുവാൻ തുടങ്ങി. ഹലോ ജോസഫ് അല്ലേ? അതെ. നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴാണ്? ഞാൻ പറഞ്ഞു ഇത്രാം നിങ്ങൾക്ക് ഇത്രാം തീയതി വരെ നിങ്ങൾക്ക് ഓഫുള്ള ദിവസം വരാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഓരോരുത്തരായി വന്ന് ഈ 10 ദിവസം കൊണ്ട് ഈ SMS കൈമാറി പോയതാണ്. ഈ 10 ദിവസം കൊണ്ട് എന്നോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാൻ 40 മലയാളി ചെറുപ്പക്കാർ വന്നു, നേഴ്സുമാരും സ്റ്റുഡൻസും. പറഞ്ഞേ ഹല്ലേലൂയ. ഈ 40 പേരുടെയും അഡ്രസ് ഫോൺ നമ്പർ ഞാൻ എഴുതി വാങ്ങിച്ചു. ഇതിനൊക്കെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇടവേളയിൽ ചായ കുടിക്കാനോ അങ്ങനെയൊക്കെ സിസ്റ്റേഴ്സ് ചായയൊക്കെ തരും കേട്ടോ. നല്ല സിസ്റ്റേഴ്സാണ്, എല്ലാ സിസ്റ്റേഴ്സും നല്ലതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ചായയൊക്കെ തരും. ഞങ്ങൾ ചായ കുടിക്കുന്നുണ്ടെങ്കിൽ ഞാനിവരെ ഒരു സോഷ്യലൈസിങ്ങിലൂടെ പരിചയപ്പെടും. അപ്പോ അത് പരിചയം ഫോൺ നമ്പറൊക്കെ ഉണ്ട്. അതിനുശേഷം ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഇവരെന്നെ വിളിക്കും. എന്ന് പറയും, ജോസഫ് പ്രാർത്ഥന ഞങ്ങൾ വളരെ സന്തോഷമായിരുന്നു, നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടെ കൂടണം, നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഒരുമിച്ച് കൂടാം. ഇങ്ങനെ 2-3 പേര് പറഞ്ഞപ്പോൾ ദൈവം ഇങ്ങോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുകയാണെന്ന് എനിക്ക് മനസ്സിലായി. പറഞ്ഞേ ഹല്ലേലൂയ. ഞങ്ങളുടെ ഒറ്റ ഇന്റൻഷൻ ആയിരുന്നു, എന്താണ് 10 ദിവസം പ്രാർത്ഥിക്കുക. ഞാൻ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം, നമുക്കിതിനെ കുറിച്ച് ആലോചിക്കാനായിട്ട് വൈകുന്നേരം ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം. അങ്ങനെ 40 പേരെ ഞാൻ ഫോൺ ചെയ്തു, ഒരു ദിവസം വൈകുന്നേരം വീട്ടിൽ വരാൻ, ഒരു ഞായറാഴ്ച. അപ്പൊ ഞാനിത് ഈ വിവരം അരികാട് അച്ഛനെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ 40 പേരെ കണ്ടു, അവര് വീട്ടിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഭക്ഷണത്തിന്, അച്ഛൻ കൂടെ ഒന്ന് വരാമെങ്കിൽ അവരേക്ക് അച്ഛൻ പരിചയപ്പെടാമെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കും. അപ്പൊ അച്ഛൻ പറഞ്ഞു, എടാ എന്താ പിന്നെ നീ എന്തിനാ ഈ വൈകുന്നേരം വെക്കുന്നത്, അവര് രാവിലെ വരാൻ പറ, അപ്പൊ ഉച്ചയ്ക്കും ആകാം. അന്ന് അവിടെ വീട്ടിലേക്ക് കുർബാനയുണ്ട കേട്ടോ, ഞാൻ കുർബാനയും ചെല്ലു തരാം, മലയാളം കുർബാന, അവർക്കും സന്തോഷമായിരിക്കും. അപ്പൊ ഞാൻ ഇവരെയൊക്കെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് രാവിലെ വരാമോ, ഒരു മലയാളി അച്ഛനുണ്ട്, അച്ഛൻ വരും, അച്ഛൻ വീട്ടിൽ കുർബാനയും ചെല്ലും, നമുക്ക് മലയാളത്തിലെ കുർബാനയും കൂടാം. അവർ പറഞ്ഞു പിന്നെന്താ ഞങ്ങൾ വരാം എന്ന് പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പൊ മലയാളം കുർബാന ഇഷ്ടം പോലെ ഉണ്ട് ഇംഗ്ലണ്ടില്. അന്ന് മലയാളം കുർബാന കേട്ടോ ഭയങ്കര ആർത്തിയാ ആൾക്കാർക്ക്. അപ്പൊ അതുകൊണ്ട് കൂടാം എന്ന് പറഞ്ഞിട്ട് ഇവര് രാവിലെ തന്നെ വന്നു. അപ്പൊ അച്ഛന് തലേ ദിവസമായപ്പോൾ അച്ഛനോട് കർത്താവ് സംസാരിക്കാൻ തുടങ്ങിയെന്ന് പറയുന്നു. അച്ഛൻ എന്നോട് പറഞ്ഞു, ജോസഫ് അവരെല്ലാവരും വരികയാണെങ്കിൽ നമുക്കൊരു സർവീസ് ടീം ഉണ്ടാക്കണം, ഒരു സർവീസ് ടീം ഉണ്ടാക്കണം, ലണ്ടന് വേണ്ടിയിട്ട് ഒരു സർവീസ് ടീം. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛന്റെ ഇഷ്ടമാണ്, കാര്യം അച്ഛനാണല്ലോ ഫീസിന്റെ ആനിമേറ്റർ, അച്ഛന്റെ ഇഷ്ടമാണ്, നമുക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ വന്ന് ഇവരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അച്ഛൻ പറഞ്ഞു, എനിക്ക് ഇതുപോലെ പ്രവർത്തിക്കണമെങ്കിൽ ജോസഫ് ഒറ്റയ്ക്ക് പ്രവർത്തിച്ചാൽ പോരാ, നിങ്ങൾ കുറച്ച് പേർക്ക് വരണമെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഒരു പ്രസംഗമൊക്കെ പ്രസംഗിച്ചു. അങ്ങനെ ആൾക്കാരൊക്കെ വീണു. അവരെന്ത് ചെയ്തു? താഴെയല്ല, അച്ഛന്റെ പ്രസംഗത്തിൽ വീണു. അങ്ങനെ അവർ തീരുമാനിച്ചു. ഓക്കെ ചേരാം. അങ്ങനെ താല്പര്യമുള്ള 7 പേരെ എടുത്ത് ഒരു സർവീസ് ടീം ഉണ്ടാക്കി. പറഞ്ഞ ഹല്ലേലൂയ. അപ്പോ ദൈവകത്യ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക്, ഞാൻ ഇവിടെ വെച്ച് ആലപ്പുഴയിൽ വെച്ച് ഒരിക്കൽ പോലും ജീസസ് ഒരു ലീഡർഷിപ്പിലും വന്നിട്ടില്ല. പക്ഷെ അന്ന് ഇതിന്റെയൊക്കെ ഇനിഷ്യേറ്റീവ് ആയതുകൊണ്ട്, എടുത്തതുകൊണ്ടും മറ്റുള്ളവർക്ക് ഇതുപോലെ ചെയ്ത് പരിചയമില്ലാത്തത് കൊണ്ടും അവർ വെറുതെ പ്രാർത്ഥിക്കാൻ മാത്രം വന്നവരാ, സഹായിക്കാൻ കയറിയതാ എന്നുള്ളത് കൊണ്ടും ആദ്യമായ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത് ഞാനാണെന്നുള്ളത് കൊണ്ടും ഞാൻ തന്നെ അവിടുത്തെ കോർഡിനേറ്റർ ആകണമെന്ന് ഇവരെല്ലാവരും കൂടെ സാക്ഷ്യം പിടിച്ചതിനാൽ ആ ഒരു തവണത്തേക്ക് അവിടുത്തെ കോർഡിനേറ്റർ ആകുവാനുള്ള ഉത്തരവാദിത്തം കർത്താവിനെ ഏൽപ്പിച്ചു. പറഞ്ഞ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, 10 വർഷത്തോളം ഞാൻ അങ്ങനത്തെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ ജീവിച്ച ഒരാളാണ്. പക്ഷെ അവിടെ വെച്ച് ഞാൻ പോസ്റ്റർ ഒട്ടിക്കുക, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോയിരിക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി. ഇവിടെയും ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഏറ്റെടുക്കത്തില്ലായിരുന്നു.
പക്ഷെ ആരും ഇല്ലാതിരുന്നതിനാൽ അവിടെ ഏറ്റെടുത്തു. പ്രിയമുള്ളവരെ, കർത്താവ് മുന്നോട്ട് കൊണ്ടുപോയി. ഞാൻ ഓർമ്മിക്കുകയാണ്, ഒരു കാലഘട്ടത്തിൽ ജനം ഇവിടെ നടക്കത്തില്ല എന്ന് പറഞ്ഞ കാര്യം, അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കുന്നത് ഞങ്ങൾ കണ്ടു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, അന്ന് ആളുകൾ പറഞ്ഞതെന്നറിയാമോ, ലണ്ടൻ ഒരു പാപ നഗരമാണ്, അതുകൊണ്ട് ആ ലണ്ടനിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വേറെ എവിടെ ചെയ്താലും ലണ്ടനിൽ പറ്റത്തില്ല. അവസാനം ഞങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി, അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങിയപ്പോ ഈ പറഞ്ഞ അതേ മനുഷ്യൻ തന്നെ എന്നെ വിളിച്ചിട്ട് പറയുക, നിനക്കറിയാമോ, ലോകം മുഴുവൻ ഇംഗ്ലണ്ടിന് വേണ്ടിയുള്ള പ്രാർത്ഥന നടക്കുന്നുണ്ട്. അപ്പൊ ഇംഗ്ലണ്ടിന്റെ ക്യാപിറ്റലാണ് ലണ്ടൻ എന്നുള്ളത് കൊണ്ട് ഈ ലണ്ടനായിരിക്കും ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഗുണം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ആ പറഞ്ഞ അതേ മനുഷ്യൻ തന്നെ വാക്ക് മാറ്റി. പ്രൈസ് ദി ലോർഡ്. അപ്പോ ലണ്ടനിൽ ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞവർ തന്നെ ലണ്ടനിൽ കാര്യങ്ങൾ നടക്കുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ കാരണം ലോകം മുഴുവനുള്ള ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ലണ്ടനിൽ വന്ന് കൊള്ളുന്നത് കൊണ്ടാണെന്ന് പറയുന്നു. അപ്പൊ മനുഷ്യര് പലതും പറയും. നിങ്ങൾ അതൊന്നും അല്ല നോക്കേണ്ടത്. നിങ്ങൾ നോക്കേണ്ടത് അസാധ്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകളിലേക്കാണ്. പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് ഓർക്കുകയാണ്, അന്ന് ജർമ്മനിയിൽ വെച്ച് വേൾഡ് യൂത്തിനെ നടക്കുകയാണ്. ജീസസ് യൂത്തിലെ അന്നത്തെ ഇന്റർനാഷണൽ കോർഡിനേറ്റർ ആയിരുന്ന മനോജ് ചേട്ടന് നമ്മുടെ റെക്സ് ബാൻഡിനെ ജർമ്മനിയിൽ കൊണ്ടുപോകുവാനുള്ള ഒരു അവസരം കിട്ടി. പക്ഷേ വലിയ സാമ്പത്തിക ഭാരമുള്ളത് കൊണ്ട് യൂറോപ്പിൽ ഒരു ടൂർ കിട്ടുകയാണെങ്കിൽ അവർക്ക് എളുപ്പമാകും പോകാൻ എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞതറിഞ്ഞപ്പോൾ അത്തരം ഒരു ടൂർ ഇംഗ്ലണ്ടിൽ സംഘടിപ്പിക്കുക. അന്ന് കുടിയേറ്റം തുടങ്ങി വരുന്ന ഒരു സമയമാണ്. ആ രണ്ടാമതുള്ള വലിയ കുടിയേറ്റം തുടങ്ങി വരുന്ന സമയമാണ്. ആരും സെറ്റിൽ ആയിട്ടില്ല. അങ്ങനെ ഒരു സമയത്ത് വലിയ സാമ്പത്തിക ഭാരമുള്ള ഈ കാര്യം ചെയ്യുവാൻ ബുദ്ധിമുട്ട് നേരിടും എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സമയത്ത് ഞങ്ങളിങ്ങനെ സുനിൽ സൈമൺ എന്ന് പറഞ്ഞ എന്റെ ഒരു നല്ല സുഹൃത്ത്, ഡൽഹിയിലൊക്കെ ഇതുപോലെ പ്രവർത്തിച്ച വിശ്വാസവീരനായ ഒരു നല്ല സുഹൃത്ത് അവിടെയുണ്ട്. ഞാനും അദ്ദേഹം ഫോണിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇത് പറയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം റെക്സ് ബാൻഡിനെ ഇവിടെ കൊണ്ടുവരത്തില്ലയോ? ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ മനോജ് ചേട്ടന് ഒരു ഇമെയിൽ അയച്ചു. മനോജ് ചേട്ടാ, ഞങ്ങൾ വിളിച്ചാൽ വരുമോ? ഞങ്ങൾ ഇവിടെ ഓർഗനൈസ് ചെയ്യാം. ഞാനൊരു സ്റ്റുഡന്റ് ആണ് അവിടെ. ഞങ്ങൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം അത്ഭുതം പ്രവർത്തിച്ചാൽ മാത്രമേ അതുപോലെ ഒരു ടൂർ സാധ്യമാകത്തുള്ളൂ. ഒരു പൊട്ടനാണ് തയ്യാറാകുന്നത് കൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പ്രൈസ് ദി ലോർഡ്. ബോധമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ആരെങ്കിലും ചിന്തിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ. പക്ഷെ ഞങ്ങൾ ചോദിച്ചു, ഇവിടെ വരാമോ? മനോജേട്ടൻ മറുപടി പറഞ്ഞു, തീർച്ചയായും വരാം, തീർച്ചയായും വരാം. അങ്ങനെ ലണ്ടനിൽ ഞങ്ങൾ 2 പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്തു. ഞാൻ 2 പ്രോഗ്രാമുകൾ മാത്രം ഇവരുടെ പൈസ ഒന്നും എടുക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇതുപോലെ പൊട്ടത്തരമുള്ള കുറച്ച് പെൺകുട്ടികൾ എന്റെ കൂടെ ആരാധനയ്ക്ക് സഹായിക്കാനൊക്കെ വന്ന് വളരെ ദൂരെ താമസിക്കുന്ന കുറച്ച് നേഴ്സുമാരുണ്ട്. ജീസസ് യൂത്താണ്. ഇതുപോലെ പൊട്ടത്തരത്തിൽ വിശ്വസിക്കാൻ കഴിവുള്ളവർ വളരെ മണ്ണിപ്പെണ്ണുങ്ങളാ എന്ന് ഞാൻ പറയും. അപ്പോ അവര് ഭയങ്കര വിശ്വാസം വീര്യം അവർക്ക്. ഒരു പെണ്ണുങ്ങളെ മാത്രമേ ഉള്ളൂ 4 പേര്. എന്റെ പൊട്ടത്തരത്തിൽ ഞാൻ അവരെയും വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് അവിടെ നിന്ന് ഓർഗനൈസ് ചെയ്തൂടെ? അപ്പൊ വലിയൊരു സംഭവമായത് ഇങ്ങനത്തെ ഒരു കാര്യം ഓർഗനൈസ് ചെയ്യാൻ പറഞ്ഞു. ഇറ്റ്സ് എ ബിഗ് മ്യൂസിക് ഈവന്റ്. അവിടെ ആൾക്കാരൊക്കെ നിറഞ്ഞു വരണം. വലിയൊരു സ്റ്റേജാണ് എടുക്കുന്നത്, അതിനൊക്കെ ഒരുപാട് പൈസയാകും. അപ്പൊ അവരും പറഞ്ഞു, പിന്നെന്താ ഞങ്ങൾ എടുത്തേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെയും പ്രോഗ്രാം വെച്ചു. അങ്ങനെ ഇവിടെ 3 സ്ഥലത്ത് പ്രോഗ്രാം ആയി അറിഞ്ഞപ്പോൾ മറ്റു പല സ്ഥലങ്ങളിലും പ്രോഗ്രാമുകൾ ബുക്കായി. ഒരു ടീം തന്നെ ഫോം ആയി നാഷണൽ ലെവലില്. അപ്പൊ ആ പ്രോഗ്രാമിന്റെ ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത് കാരണം അതിന്റെ കൂടെ നടക്കുവാനുള്ള ഒരു ഭാഗ്യവും അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ചുമതല വഹിക്കുവാനുള്ള ഒരു ഭാഗ്യവും കിട്ടി. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും, 60 ലക്ഷത്തോളം ഇന്ത്യൻ രൂപ വേണം ഈ പ്രോഗ്രാം നടന്നു പോകുവാൻ. പറഞ്ഞ പ്രൈസ് ദി ലോർഡ്. പ്രോഗ്രാം നടന്നിട്ട് 60 ലക്ഷം രൂപ കിട്ടിയിട്ട് മാത്രം കാര്യമില്ല. ഈ വലിയ ഓഡിറ്റോറിയങ്ങളിലെല്ലാം ആൾക്കാർ വന്ന് നിറഞ്ഞാൽ മാത്രമേ അത് വിജയമാകത്തുള്ളൂ. അല്ലെങ്കിൽ ആരുമില്ലാത്ത സ്റ്റേജിൽ നിന്ന് റെക്സ് ബാൻഡ് പാടിയിട്ട് തിരിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഇങ്ങനെ ആൾക്കാരെ എങ്ങനെ കൊണ്ടുവരും? നമ്മൾ കുറച്ച് മലയാളികളല്ലേ ഉള്ളൂ. അപ്പൊ എല്ലാവരും നമ്മൾ വിശ്വസിച്ച് കൊണ്ടുവരുന്നു. ഈ പെൺകുട്ടികളും ഞങ്ങളും എല്ലാവരും, ബാക്കി വെന്യൂസിലുള്ള എല്ലാവരും ഞങ്ങൾ സ്ഥിരം നിരന്തരമായി കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അഖണ്ഡ ജപമാലകൾ ചെലുവാൻ തുടങ്ങി. കർത്താവിനെ എഴുന്നള്ളിച്ച് വെച്ച് ആരാധിക്കുവാൻ തുടങ്ങി. കർത്താവിനെ 60 ലക്ഷം രൂപ നിറയെ ആൾക്കാർ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാമോ ഈ എല്ലാ സ്റ്റേജുകളിലും അനേകായിരങ്ങൾ വന്നുകൂടി. മാത്രമല്ല ഈ പെൺകുട്ടികൾ നടത്തുന്ന സ്ഥലത്ത്
എന്തായാലും ആൾക്കാർ ചോദിച്ചു, അവർ വെറും പെൺകുട്ടികളല്ലേ, അവർക്ക് എങ്ങനെ ഇത്രയും വലിയൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുവാൻ കഴിയും? ഞങ്ങൾ പറഞ്ഞു, കർത്താവിനെ ആശ്രയിക്കുന്നത് ആണോ പെണ്ണോ എന്ന ഒന്നും വ്യത്യാസമില്ല. കർത്താവിനെയാണോ ആശ്രയിക്കുന്നത്? അത് കർത്താവാണ്. ആണോ പെണ്ണോ ആണോ? കർത്താവാണ്. കർത്താവ് യേശുക്രിസ്തു ആണത്. ആണോ പെണ്ണോ ആണോ ആശ്രയിക്കുന്നത് പ്രശ്നമില്ല. ആരെയാണ് ആശ്രയിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഇവിടെ അത്ഭുതം പ്രവർത്തിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതിനാൽ ഈ പെൺകുട്ടികളുടെ സെന്ററിൽ പ്രോഗ്രാം നടക്കുകയാണ്. അന്ന് എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല. പക്ഷേ പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ അവരെന്നെ വിളിച്ചു പറയുകയാണ്, ചേട്ടാ എങ്ങനെയാണ് സംഭവിക്കുന്നത് അറിയത്തില്ല. പറഞ്ഞു, എന്താണ്? അയ്യോ, ഇവിടെ മുഴുവൻ ആൾക്കാരാ, നിറയെ വെള്ളക്കാരാ, അവരെല്ലാം വന്നിരിക്കുകയാ. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഏറ്റവും കൂടുതൽ വെള്ളക്കാർ പങ്കെടുത്ത ഒരു മെഗാ പ്രോഗ്രാമായിട്ട് ചെസ്റ്റർഫീൽഡിലെ പ്രോഗ്രാം മാറി എന്നുള്ളതാണ് സത്യം. പറഞ്ഞേ ഹല്ലേലൂയ. ഈ പെൺകുട്ടികൾ എന്താ ചെയ്തറിയാമോ? അവർക്കൊന്നും ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. അവർ വെറുതെ പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്തത്. എന്നിട്ട് അവർ വഴിയിൽ നിന്ന് കാണുന്ന സായിപ്പന്മാർക്കും മദാമാർക്കും നോട്ടീസ് കൊടുക്കും. വഴിയിൽ നിന്ന് ഏതെങ്കിലും പള്ളിയിൽ പോയി നിന്നിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നവർക്കെല്ലാം നോട്ടീസ് കൊടുക്കും. അങ്ങനെ കുറെ ഇന്ത്യൻ പെൺപിള്ളാര് നോട്ടീസ് വിതരണം ചെയ്യുന്നത് കണ്ടിട്ട് അത്ഭുതം തോന്നിയിട്ട് ഈ പ്രോഗ്രാമിൽ നിന്ന് പോയേക്കാം, എന്തായാലും രസമായിരിക്കും എന്ന് ഇവരുടെ മനസ്സിൽ തോന്നുവാൻ ദൈവം ഇടവരുത്തി. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവര് വഴിയരികിലൊക്കെ നിന്ന് ഇവര് വരുന്നവർക്കൊക്കെ എല്ലാം ഇങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് കയറാൻ വരുന്നവർക്കൊക്കെ ഓടിച്ചെന്നിട്ട് പ്ലീസ് 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 എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുക്കുവാനെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ അവരെല്ലാവരും വന്നു. ആരുമില്ലാതിരുന്നൊരു സ്ഥലത്ത് ഇവരെങ്ങനെ പ്രോഗ്രാം നടത്തുമെന്ന് ചോദിച്ച സ്ഥലത്ത് ആ സാധാരണ പെൺകുട്ടികളുടെ വിശ്വാസം കണ്ടുകൊണ്ട് കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. പ്രിയമുള്ളവരെ, ഏത് പ്രോഗ്രാം ആയിക്കൊള്ളട്ടെ, അത് ഓർഗനൈസ് ചെയ്യുന്നവരല്ല ആൾക്കാരെ കൊണ്ടുവരുന്നത്, ദൈവമാണ്. അതുകൊണ്ട് ഓർഗനൈസ് ചെയ്യുന്നവരുടെ കഴിവില്ലായ്മയോ നിങ്ങൾ നോക്കരുത്. നിങ്ങളുടെ ഇടവകയിൽ നിങ്ങൾ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഇടവകയിൽ നിങ്ങൾ കുറച്ച് കഴിവില്ലാത്തവരാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ അഹങ്കാരികളാ. നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്, ഈ പ്രോഗ്രാം ഞങ്ങളാണ് നടത്തുന്നതെങ്കിലും ആരാണ് കുട്ടികളെ കൊണ്ടുവരേണ്ടത്? അത് ദൈവമാണ്. അവൻ സർവശക്തനാകിയാൽ അവൻ ഒരു പ്രതിസന്ധികളും ഇല്ലാത്തതിനാൽ ഞങ്ങൾ അവനോട് പറഞ്ഞാൽ അവനത് പ്രവർത്തിക്കും എന്ന് നിങ്ങൾ അറിയണം. പറഞ്ഞേ ഹല്ലേലൂയ. ഇന്നിവിടെ ഇരിക്കുന്ന ഈ ഗ്രൂപ്പിനെ കൊണ്ടുവന്നത് ഞങ്ങളാരുമല്ല. ഇതിനെ ഓർഗനൈസ് ചെയ്യുന്നത് ഞങ്ങളായിട്ട് ഇങ്ങനെ കാണപ്പെടുന്നതേ ഉള്ളൂ. പക്ഷെ ഇതാരും ചെയ്തത് ഞങ്ങളല്ല. അങ്ങനെയാണ് ഞങ്ങളല്ലേ മഹാന്മാർ, ഞങ്ങളല്ലേ ഇത് ചെയ്തത്? ഒരിക്കലുമല്ല. പൊന്നുമക്കളെ, നിങ്ങളെല്ലാവരെയും കൊണ്ടുവന്നത് കർത്താവാണ്. ഞങ്ങൾ അവന്റെ സന്നിധിയിൽ മുട്ടുകുത്തിയതേ ഉള്ളൂ. അല്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഈ അസാധ്യ കാര്യങ്ങൾ നിങ്ങളുടെ ഇടവകയിൽ ചെയ്ത് പഠിക്കണം. നിങ്ങൾ ഈ അസാധ്യ കാര്യങ്ങൾ നിങ്ങളുടെ സ്വന്തം നാട്ടിൽ ജീസസ് യൂത്ത് ഗ്രൂപ്പിൽ ചെയ്ത് പഠിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് വേറെ ആവശ്യങ്ങളൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഈ വിശ്വാസത്തിന്റെ പരിശീലനം ചെയ്യണം. നിങ്ങൾ ചുമ്മാ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കണം. എന്റെ ഇടവകയിൽ പ്രാർത്ഥിക്കുന്ന 50 ചെറുപ്പക്കാരുണ്ടാകട്ടെ. വെറുതെ പ്രാർത്ഥിക്കുക. എന്റെ ഇടവകയിൽ പ്രാർത്ഥിക്കുന്ന 50 ചെറുപ്പക്കാരുണ്ടാകട്ടെ. ദൈവമേ നീ ചെയ്യണമേ. പ്രാർത്ഥിക്കുന്നത് ഒരു പെൺകുട്ടിയായിരിക്കും, പക്ഷെ കർത്താവിന് അതൊരു പ്രശ്നമല്ല. പ്രവർത്തിക്കുന്നത് കർത്താവാണ്. ആരാണ് പ്രാർത്ഥിക്കുന്നതെന്നല്ല മുഖ്യം, പ്രവർത്തിക്കുന്നവൻ ആരാണെന്നുള്ളതാണ് മുഖ്യം. അതുകൊണ്ട് നീ നിന്റെ ഇടവകയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. കർത്താവേ, എന്റെ ഇടവകയെ മാറ്റിമറിക്കണമേ. കർത്താവേ, എന്റെ ഇടവകയിൽ കൊട്ടേഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന ചെറുപ്പക്കാരെ നീ തടയണമേ. കർത്താവെ, നീ ഇറങ്ങി വരണമേ. നീ പ്രവർത്തിക്കണമേ. എന്റെ ഇടവകയുടെ സംസ്കാരത്തെ നീ മാറ്റണമേ എന്ന് പറയുന്ന മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ചെറുപ്പക്കാരന്മാരും ഈ ആലപ്പുഴ സോണിൽ അങ്ങോളം ഇങ്ങോളം അണിനിരന്നു കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ള മക്കളെ, കർത്താവായ ഈശോ ഈ നാടിനെ സന്ദർശിക്കുവാനായി ഇറങ്ങി വരും. നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഇവിടെയുള്ള സകല ഇടവകകളും കർത്താവിന്റെ സ്വന്തമാകും. ഈ ദേശത്തിന്റെ സംസ്കാരം മാറിപ്പോകും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യമാ. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ്. ഞാൻ പറയുകയാണ്, ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങളുടെ സർവീസ് ടീമിന്റെ ആഗ്രഹം നിങ്ങളോട് പറയുകയാണ്. എന്താണെന്ന് അറിയാമോ? ആലപ്പുഴ ജീസസ് യൂത്തിൽ പ്രാർത്ഥിക്കുന്ന 1000 ജീസസ് യൂത്ത്. പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാ ഇടവകകളിലും പ്രാതിനിധ്യമുള്ള, പ്രാർത്ഥിക്കുന്ന, സഭയോട് ചേർന്ന് നിൽക്കുന്ന, വൈദികരോട് ചേർന്ന് നിൽക്കുന്ന, പിതാക്കന്മാരുടെ സ്വപ്നങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, അത്ഭുത പ്രവൃത്തികൾ ചെയ്യുവാൻ കഴിവുള്ള 1000 ജീസസ് യൂത്ത് ആലപ്പുഴയിൽ അങ്ങോളം ഇങ്ങോളം. ഈ ജീസസ് യൂത്തിന്റെ വ്യക്തിപ്രഭയാൽ, ഈ ജീസസ് യൂത്തിന്റെ പ്രാഭവത്താൽ ഈ ദേശത്തിന്റെ സംസ്കാരം മാറാൻ പോവുകയാണ്. ഇവിടെയുള്ള സകല തിന്മകൾക്ക് അടിമപ്പെട്ട ചെറുപ്പക്കാരും ഒരു ജീസസ് യൂത്ത് ആകാൻ ആഗ്രഹിക്കും, അഥവാ യേശുവിന്റെ സ്വന്തമാകാൻ ആഗ്രഹിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും ജീസസ് യൂത്ത് ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ജീസസ് യൂത്ത് വളരുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊരു ജീസസ് യൂത്ത് ആയതുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കരുത്.
ഈ ജീസസിനെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ കാണുന്നത് നമ്മൾ ഇങ്ങനെയൊക്കെ പഠിച്ചത് ഈ മിനിസ്ട്രിയിൽ നിന്നായതുകൊണ്ട്, പ്രാർത്ഥനാ വീര്യം നമുക്ക് കിട്ടിയത് ഇവിടെ നിന്നായതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമുക്ക് ഈ ദേശത്തെ മാറ്റുന്ന 1000 പ്രാർത്ഥനാ വീരന്മാരെ ഉണ്ടാക്കാം. എല്ലാ ചെറുപ്പക്കാരും മാറണം. അങ്ങനെ ജീസസ് യൂത്ത് തന്നെ ആകണമെന്ന് ഞാൻ പറയുന്നില്ല. പുതിയ സംഭവങ്ങൾ ഉണ്ടാകട്ടെ. ഇടവകളില് കൊച്ചന്മാർ ശക്തി പ്രാപിക്കട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. അവരെല്ലാം വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. അവർക്ക് ഒരുപാട് കൂട്ടുകാരെ കിട്ടട്ടെ. ചെറുപ്പക്കാരായ ഒരുപാട് കൂട്ടുകാര് കൊച്ചന്മാരുടെ അണിനിരന്ന് ഇടവകളെല്ലാം മാറട്ടെ. ഇത് നമുക്ക് ചെയ്യുവാൻ സാധിക്കും. നിങ്ങളെല്ലാം ഉണരണം. നിങ്ങളുടെ ഇടവകളെല്ലാം മാറണം. എല്ലാ സ്ഥലങ്ങളിലും പ്രാർത്ഥിക്കുന്ന ചെറുപ്പക്കാരുണ്ടാകണം. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെ അസാധ്യങ്ങളൊക്കെ സ്വപ്നം കണ്ട് സാധ്യമാക്കി കളിക്കണം. എന്ത് ചെയ്യണം? കളിക്കണം. പറഞ്ഞു പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അസാധ്യമായ കാര്യം നിങ്ങൾ സ്വപ്നം കാണണം. എന്റെ ഇടവകയിൽ പ്രാർത്ഥിക്കുന്ന 50 ചെറുപ്പക്കാർ. ഹല്ലേലൂയ. ആളുകൾ പറയും ഇതൊന്നും ഇവിടെ നടക്കത്തില്ല, നമ്മുടെ നാട്ടിൽ പ്രാർത്ഥനയോട് താല്പര്യമൊന്നുമില്ല. പക്ഷെ നീ പറയണം, അത് മനുഷ്യരുടെ വാക്കാ, ദൈവത്തിന്റെ വാക്കതല്ല. ഞാൻ നിങ്ങൾക്ക് ദൈവത്തിന്റെ വാക്കുകൾ പറഞ്ഞു തരാം. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ എടുത്തേ 1 യോഹന്നാൻ. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം എന്താണ്? 5-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. പ്രൈസ് ദി ലോർഡ്. അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. നമ്മുടെ അപേക്ഷ അവിടുന്ന് കേൾക്കുന്നുവെന്ന് നമുക്കറിയാമെങ്കിൽ നാം ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞു എന്നും നമുക്കറിയാം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ അത് കിട്ടും. അത് ഉറപ്പ്. ഹല്ലേലൂയ. ഇത് ബൈബിൾ വാക്യം. ഈ വാക്യത്തിനെതിരെ ഏത് മനുഷ്യൻ സംസാരിച്ചാലും അതിന് ചെവി കൊടുക്കരുത്. ഏത് മനുഷ്യൻ സംസാരിച്ചാലും അതിന് ചെവി കൊടുക്കരുത്. എന്റെ ഇടവക ഇതൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല. എന്റെ ഇടവകയിൽ ആൾക്കാര് ഇതിനോടൊക്കെ പ്രതികരിക്കുന്നവരാണ്. എന്റെ ഇടവകയിൽ കുട്ടികളെ മാതാപിതാക്കൾ ജീസസ് യൂത്തിൽ വിടത്തില്ല. എന്റെ ഇടവകയിൽ കുട്ടികളെ മാതാപിതാക്കൾ വിടത്തില്ല. എന്റെ ഇടവകയിൽ കൂട്ടുകാർക്ക് അതിനൊന്നും താല്പര്യമില്ല. ഇങ്ങനെയൊക്കെ പലരും പറയുമ്പോൾ നിങ്ങൾ പറയണം, ദൈവത്തിന്റെ വചനമുണ്ട്. അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രാർത്ഥിച്ചാൽ അത് ലഭിക്കും. കുട്ടികൾ യുവജനങ്ങൾ ധ്യാനിക്കണമെന്നും യുവജനങ്ങൾ പ്രാർത്ഥിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വചനം ഇതാണ്: യുവാവെ, നിന്റെ യുവത്വത്തിൽ തന്നെ നിന്റെ സൃഷ്ടാവിനെ അറിയുക. പറഞ്ഞ ഹല്ലേലൂയ. അതാണ് കർത്താവിന്റെ ഇഷ്ടം. അതുകൊണ്ട് യുവജനങ്ങളെ ക്രിസ്തുവിനെ അറിയിക്കുന്ന ഈ ഒരു മിനിസ്ട്രിയിലേക്ക് ഇവിടെ ചെറുപ്പക്കാർ കടന്നു വരും എന്ന് നീ വിശ്വസിക്കണം. ലോകം പറയുന്ന വാക്ക് നീ കേൾക്കരുത്. നീ ദൈവം പറയുന്ന വാക്ക് കേട്ടാൽ നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, സീലു ഇന്നലെ പറഞ്ഞതുപോലെ അവൾ മുറിയിൽ മുട്ടുകുത്തി ചരലൊക്കെയിട്ട് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ അത്രയൊന്നും ചെയ്തില്ലെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ച കർത്താവേ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, നീ ഇത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ എന്റെ കണ്ണുകൾക്ക് അത് കാണുവാൻ സാധിക്കുന്നില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു അത് സംഭവിക്കും. നിങ്ങൾക്കറിയാമോ, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവർ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവർ ഉണ്ടെന്ന ബോധ്യവുമാണ്. ഹെബ്രായർ 11:1. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവർ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവർ ഉണ്ടെന്ന ബോധ്യവുമാണ്. നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവെ, ഞാൻ ഇത് പ്രത്യാശിക്കുകയാ, എനിക്കിപ്പോ അത് കാണുന്നില്ല, പക്ഷെ ഞാനത് അറിയുന്നു, അതുണ്ട്, അതവിടെ ഉണ്ട്, സമീപ ഭാവിയിൽ അതുണ്ട്. കർത്താവെ, ഞാനിപ്പോൾ ആ ഗ്രൂപ്പ് കാണുന്നില്ല. എന്റെ ഇടവകയിൽ ഞാൻ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കാത്ത ചെറുപ്പക്കാരാ ഇവിടെ മുഴുവൻ ഈ ഇടവകയിൽ. പക്ഷെ ഞാൻ കാണുന്നു, കാണപ്പെടാത്തത് ഞാൻ കാണുകയാണ്. എനിക്ക് എന്റെ മനുഷ്യ ദൃഷ്ടി കൊണ്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും വിശ്വാസത്താൽ ഞാൻ കാണുകയാണ്. കർത്താവെ, ഞാൻ ഈ പ്രത്യാശിക്കുന്ന കാര്യം അതവിടെ ഉണ്ട്, അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് നീ പറയാൻ തുടങ്ങാമോ? കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഇങ്ങനെ ചെയ്ത ഒരാളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അവിടെ തന്നെ പറഞ്ഞിരിക്കുന്നത് വായിച്ചു തരാം. വിശ്വാസത്തോടെ അബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്. 9-ാം വാക്യം: വിശ്വാസത്തോടെ അവൻ വാഗ്ദത്ത ഭൂമിയിൽ വിദേശിയെ പോലെ കഴിഞ്ഞു. അതേ വാഗ്ദാനത്തിന്റെ അവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടുമൊത്ത് അവൻ കൂടാരങ്ങളിൽ താമസിച്ചു. എവിടെ താമസിച്ചത്? എവിടെയാണ്? ഈശോ പറഞ്ഞ വാഗ്ദത്ത ഭൂമിയില് അബ്രഹാം എങ്ങനെ താമസിച്ചു? കൂടാരങ്ങളിൽ താമസിച്ചു, ടെന്റ് അടിച്ച് താമസിച്ചു. നമ്മുടെ ഇവിടെ ചില തമിഴ്നാട്ടുകാർക്ക് താമസിക്കത്തില്ലേ? ടെന്റ് അടിച്ച്, ദാരിദ്ര്യം അനുഭവിച്ച് ടെന്റ് അടിച്ച് താമസിച്ചു. പക്ഷേ ഇങ്ങനെ ടെന്റ് അടിച്ച് താമസിക്കുമ്പോൾ അബ്രഹാം എന്താ ചെയ്തെന്ന് പറയുന്നത്? അദ്ദേഹം നോക്കിയപ്പോൾ ദൈവം വാഗ്ദാനം ചെയ്തതൊന്നും ഈ വാഗ്ദാന ഭൂമിയിൽ കാണുന്നില്ല. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനം ഉറപ്പിച്ചതുമായ ഒരു നഗരത്തെ അവൻ പ്രതീക്ഷിച്ചിരുന്നു.
അപ്പൊ ഈ ടെന്റ് അടിച്ച് താമസിക്കുന്ന സമയത്ത് അബ്രഹാം എന്ത് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു? ഞാൻ ഈ ടെന്റ് അടിച്ചാ താമസിക്കുന്നതെങ്കിലും ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനം ഉറപ്പിച്ചതുമായ ഒരു നഗരം ഇവിടെ വരും. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ കാണപ്പെടാത്തതിനെ അവൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. മക്കളെ, അതാണ് വിശ്വാസം. അബ്രഹാമിന്റെ വിശ്വാസം എങ്ങനെയായിരുന്നു എന്നാണ് ഇവിടെ വ്യാഖ്യാനിച്ച് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചത് കൊണ്ട് പ്രായം കവിഞ്ഞിട്ടും സാറ വിശ്വാസം മൂലം ഗർഭധാരണത്തിന് വേണ്ടി ശക്തി പ്രാപിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണ്. ഇവിടെ എന്തില്ല എന്നുള്ളതല്ല കാര്യം, പിന്നെയോ വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ വിശ്വാസം നിങ്ങൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്ത് പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ ഇങ്ങനെ അത്ഭുതങ്ങൾ ചെയ്ത് കളിക്കണം. അങ്ങനെ നിങ്ങളുടെ ഇടവകയിൽ വലിയ യൂത്ത് പ്രോഗ്രാം നിങ്ങൾ സ്വപ്നം കാണണം. നിങ്ങൾ പറയണം, കർത്താവേ, ഇപ്പോൾ അത് കാണുന്നില്ല, പക്ഷെ എന്റെ സ്വപ്നത്തിൽ ഞാനത് കാണുന്നു. ഇങ്ങനെ സ്വപ്നം കണ്ട ജോസഫിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. അവനത് വിശ്വസിച്ചു, അത് സംഭവിക്കും. അവനൊരു ഭാവനയുണ്ടായി, അവനത് വിശ്വസിച്ചു, അവനത് സംഭവിക്കുമെന്ന് പ്രത്യാശിച്ചു, അവനത് കിട്ടുക തന്നെ ചെയ്തു. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ആൾക്കാർ പറയുന്നതിന് ചെവി കൊടുക്കരുത്. അവർ പറയും ഇതൊന്നും സംഭവിക്കത്തില്ല. നിങ്ങൾ പറയണം, അങ്ങനെയില്ല, ഞാൻ വിശ്വസിക്കുകയാണ് എന്ന് പറഞ്ഞ് എന്ത് തന്നെ പോയി നിങ്ങൾക്ക് ഗ്രൂപ്പ് തുടങ്ങാനല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. അങ്ങനെ വരുമ്പോൾ കർത്താവിന്റെ സമയത്ത് കർത്താവ് അത്ഭുതം പ്രവർത്തിച്ച് നിങ്ങളുടെ ഇടവകയിൽ ഗ്രൂപ്പ് തുടങ്ങിത്തരും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സിസ്റ്റർ ഡോളിയുടെ ഇടവകയില്ല, ഞാൻ ഓർക്കുകയാണ്, മാരാരിക്കുളത്ത് അദ്ദേഹം അവിടെ ഗ്രൂപ്പുകളൊക്കെ തകർന്നു പോയ സമയത്ത് നമ്മുടെ ഒരു സഹോദരൻ, നിങ്ങൾ കണ്ട ജോൺസൺ ചേട്ടൻ, ഈ ചേട്ടൻ ജിസിന്റെ ഗ്രൂപ്പിൽ രണ്ടാമത് എല്ലാവരും ജോലിയൊക്കെ കിട്ടി പോയപ്പോ അവിടുത്തെ ഗ്രൂപ്പ് ജിസിന് ഇങ്ങനെ എപ്പോഴും പറ്റും. എല്ലാവരും വരും, എല്ലാവരും ഒരേ സമയം രക്ഷപ്പെടും. അപ്പൊ പെട്ടെന്ന് ഒരു ശൂന്യത വരും, അപ്പോൾ ആരും ചെയ്യാനില്ലാതെ വരും. അങ്ങനെ ജോൺസൺ ഒറ്റയ്ക്കായി പോയ സമയത്ത് ജോൺസൺ ഇങ്ങനെ വിശ്വസിച്ചു, ഇവിടെ വീണ്ടും പഴയ ശക്തിയിലേക്ക് ഞങ്ങൾ തിരിച്ചു വരും. സിസ്റ്ററും ജോൺസണും ഒക്കെ കൂടെയായിട്ട് ഈ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. അവർ ആ ഇടവകയിൽ ഒരു ചെറിയ പ്രവർത്തനം ആരംഭിച്ചു. മലയാളികളത്തുനിന്ന് വന്നവരുന്ന് കൈവയ്ക്കുകയും, നിങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങളുടെ കഴിഞ്ഞ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ കാണുന്ന നമ്പർ എത്ര പിള്ളേരാണ്? 75 കുട്ടികൾ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഇടവകയായി ഇന്ന് മാരാരിക്കുളം മാറി. നിങ്ങൾക്കറിയാമോ ഈ ഗ്രൂപ്പ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു മീറ്റിംഗ് കൂടിയപ്പോൾ, ഞങ്ങൾ അവിടെ ഒരുമിച്ച് കൂടിയപ്പോൾ അവിടെ ധാരാളം ചേട്ടന്മാർ വന്നിരുന്നു. കുറെ പേര് വിശ്വാസത്തോടെ വന്നിരുന്നു. എന്നാൽ അവിടെ ഇരുന്ന് അവിശ്വാസത്തിന്റെ വാക്കുകൾ ഞങ്ങളോട് പറഞ്ഞവരുണ്ട്. പക്ഷെ അവരത് സംസാരിക്കുമ്പോഴും ബഹുമാനത്തോടെ അവരെ ഞങ്ങൾ ട്രീറ്റ് ചെയ്യുമെങ്കിലും ഞങ്ങളുടെ മനസ്സിൽ പറഞ്ഞു, ഈ അവിശ്വാസത്തിന്റെ വാക്കുകൾ ഞങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറല്ല, ഈ അവിശ്വാസത്തിന്റെ വാക്കുകൾ ഞങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറല്ല. അങ്ങനെ ജോൺസണും കൂട്ടുകാരും ഒക്കെ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ നവീകരണം. പറഞ്ഞേ ഹല്ലേലൂയ. അതുപോലെ നിങ്ങളുടെ ഇടവകളിൽ അത്ഭുതങ്ങൾ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇടവകയില് നിങ്ങൾക്കറിയാമോ, ഈ കഴിഞ്ഞ ധ്യാനത്തിന് നമുക്ക് ധാരാളം സാമ്പത്തികമായ ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ എല്ലാ സാധാരണക്കാരായ കുഞ്ഞുങ്ങളായി പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തത്. എന്നാൽ ഞങ്ങൾ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ചു. നിങ്ങൾക്കറിയാമോ, എല്ലാ ചെലവും കഴിഞ്ഞ് പണം മിച്ചം വന്നു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ചെലവും കഴിഞ്ഞ് പണം മിച്ചം വന്നു. ഓർക്കുകയാണ്, ഇതിന്റെ സമയത്ത് അവിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ് നിലവിളിച്ചവരുണ്ട് മീറ്റിങ്ങുകളിൽ, അല്ലെ ജോസ്? പറഞ്ഞേ ഹല്ലേലൂയ. അവിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് മീറ്റിംഗിൽ നിലവിളിച്ചവരുണ്ട്. ഈ പൈസ എങ്ങനെ വരും, എനിക്ക് പേടിയാണെന്ന് പറഞ്ഞവരുണ്ട്. അന്നും എനിക്ക് ഓർമ്മയുണ്ട്, ജോസ് അവിടെ നിന്നുള്ള വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയ. ജോസ് പറഞ്ഞു, ഇത് സംഭവിക്കും, ഇത് സംഭവിക്കുക തന്നെ ചെയ്യും, കർത്താവ് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞ ആ മീറ്റിംഗ് ഞാൻ നോക്കുകയാണ്. ലോകത്തിൽ മനുഷ്യർ പതറിപ്പോകുന്ന സമയത്ത് അവർ പറയുന്ന പതറിയ വാക്കുകൾ, ഈ പറഞ്ഞതും വിശ്വാസികൾ തന്നെ കേട്ടോ, നല്ല വിശ്വാസം. ചില സമയത്ത് നമ്മൾ പതറിപ്പോകും, ആ സമയത്ത് നമ്മുടെ കൂട്ടുകാർ നമ്മളെ ശക്തിപ്പെടുത്തും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഞാൻ ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നോണ്ട് നോക്കിയാണ്, ജോസ് ഉടനെ ശക്തമായിട്ട് അതിനെ എതിർത്ത് കർത്താവ് പ്രൊവൈഡ് ചെയ്യും എന്ന് പറഞ്ഞ് എല്ലാവരെയും ഊർജിതപ്പെടുത്തിയതിനാൽ ആ മീറ്റിംഗ് വളരെ ശാന്തമായി കടന്നുപോയി. കർത്താവ് മിച്ചം തന്ന അത്ഭുതം പ്രവർത്തിച്ചു. എല്ലാ രീതിയിലും കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ബെൻസിനെ പോലുള്ള ശക്തന്മാരായ ദൈവദാസരുടെ കൈകളിലേക്ക് കർത്താവ് അത്ഭുതകരമായി ധാരാളം സമ്പത്ത് വർഷിച്ചു. നമ്മുടെ കയ്യിൽ ധാരാളം മിച്ചവും വന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഫൈനാൻഷ്യൽ പ്രോബ്ലം ഒക്കെ നമ്മുടെ
മിനിസ്ട്രിയിൽ നമ്മൾ ഇതൊക്കെ പരിഹരിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നേരിടുവാനും പഠിക്കുവാനായിട്ട് സാധിക്കും. പറഞ്ഞ് ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് പരിചയിച്ച ഒരു ജീസസ് യൂത്ത് അവന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് അവന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുന്നത്. അവൻ പറയും, എന്റെ കർത്താവ് പണ്ട് ദാവീദ് പറഞ്ഞതുപോലെ ഞാൻ സിംഹത്തെ കൊന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിപ്പോൾ ഗോലിയാത്തിനെ കൊല്ലാൻ പറ്റും, ഞാൻ അവിടേക്ക് തിരിച്ചു വരികയാണ്. ദാവീദ് പറഞ്ഞു, ഞാൻ പണ്ട് വയലിൽ പോയപ്പോൾ, ഞാൻ പണ്ട് ആട് മേയ്ക്കാൻ പോയപ്പോൾ സിംഹം വന്നപ്പോൾ ഞാൻ അടിച്ചു കൊന്നിട്ടുണ്ട്, അന്ന് കർത്താവാണ് എനിക്ക് ശക്തി തന്നത്, ആ കർത്താവ് എന്നെ ഇവിടെയും സഹായിക്കും എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഈ അനുഭവങ്ങളിലൂടെ കടന്നുപോയാൽ, ഈ അത്ഭുതങ്ങൾ ചെയ്യുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയും. പെൺകുട്ടികൾ വിളിച്ചു പറയും ഭർത്താവിനോട്, ചേട്ടാ അറിയാമോ, ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തെ അറിയാവുന്ന വ്യക്തിയാണ്. നിങ്ങൾ പറയും, എന്താണ് വിളിക്കാൻ പോകുന്നത്? എന്തായാലും ഞാനൊരു വളരെ സ്നേഹത്തിൽ പറയാം, മോളെ നിനക്കറിയാമോ, ഞാൻ അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ട്, അവന്റെ പേരാണ് ക്രിസ്തു. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ പരസ്പരം വിശ്വാസത്തിൽ നിങ്ങൾ പരസ്പരം വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചുകൊണ്ട് വലിയ വ്യക്തികളായി ജീവിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ശക്തിയുള്ള തലമുറകൾ ഈ